നമ്മുടെ പല പ്രശ്നങ്ങളും മാറാൻ നീ മനസ്സ് തുറന്ന് ചിരിച്ചാൽ മതി. हमारी कई समस्या हटने के लिए आप दिल खोलकर मुस्कुराइए. പക്ഷെ ഞങ്ങൾക്ക് ചിരിക്കാൻ കഴിയുന്നില്ല പാസ്റ്റർ. लेकिन पास्टर हम मुस्कुरा नहीं पा रहे हैं. ഞങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ല പാസ്റ്റർ. हम प्रेम नहीं कर पा रहे पास्टर. ഞങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ല. हम क्षमा नहीं कर पा रहे पास्टर. ഇതൊന്നും ഞങ്ങൾ കഴിയുന്നില്ല പാസ്റ്റർ. ये कुछ भी हमसे नहीं हो रहा पास्टर. പക്ഷെ ഇന്ന് രാത്രി, लेकिन आज की रात्रि ഇവിടെ വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യം, यहाँ पर व्यापृत होने वाला परमेश्वर की उपस्थिति നിന്നെ സ്വതന്ത്രമാക്കും. वो आपको स्वतंत्र करने जा रही है. അടുത്തയാളുടെ കരം പിടിച്ചിട്ട് പറ സ്വാതന്ത്ര്യം. पास में बैठे व्यक्ति का हाथ पकड़कर कहें स्वतंत्रता. ഞാൻ പ്രസംഗിക്കാൻ നിൽക്കുകയല്ല, मैं प्रचार करने नहीं खड़ा हूँ. എന്റെ സഹോദരൻ, मेरे भाई അതിശക്തമായൊരു റെവലേഷൻ ആണ് നിങ്ങളോട് സംസാരിച്ചത്. बड़ा सामर्थ्य प्रकाशन को आपके ऊपर दिया है. ഒരു വീട്ടിൽ തീരേണ്ടവനെ, और एक घर में जो खत्म हो जाना है उसको, ഒരു ഭവനത്തിൽ തീരേണ്ട അബ്രഹാമിനെ, और एक घर में जो खत्म हो जाना अब्राहम को, ലോകം മുഴുവൻ ആ മനുഷ്യനെ നോക്കിയപ്പോൾ കണ്ടത് ഡെഡ്നെസ് ആണ്. और सारे संसार ने जब उसे देखा तो उसे मृतक देखा. ആ സാറയുടെ മേൽ എല്ലാവരും കണ്ടത് മരണമാണ്. और सारा के ऊपर सबने मृत्यु को देखा. ആ മനുഷ്യനെ ദൈവം വിളിച്ചിട്ട് പറഞ്ഞു, उस मनुष्य को परमेश्वर ने बुलाकर कहा, ഞാൻ നിന്നിൽ രാജ്യങ്ങളെ കാണുന്നു. मैं तुझ में राज्यों को देखता हूँ. ഞാൻ ഒരു മനുഷ്യനാണ്, मैं एक मनुष्य हूँ. ദൈവം അദ്ദേഹത്തോട് പറഞ്ഞു, परमेश्वर से कह रहा है, ഒരു മനുഷ്യനിൽ നിന്ന് एक मनुष्य में से ഞാൻ ഒരു രാജ്യത്തെ ജനിപ്പിക്കും. मैं एक राज्य को पैदा करूंगा. നിങ്ങൾ എന്തിനാണ് ഈ ടെന്റിൽ കയറിയത്? आप यहाँ क्यों टेंट में आए हैं? നിങ്ങൾ എന്തിനാണ് ഇവിടെ വരുന്നത്? आप यहाँ क्यों आते हैं? ഞാൻ വീണ്ടും പറയുന്നു, ഇവിടെ പ്രസംഗമില്ല, मैं फिर से कह रहा हूँ, यहाँ प्रचार പക്ഷേ नहीं, ഇവിടെ ബ്രേക്ക് ത്രൂസ് ഉണ്ട്. लेकिन यहाँ छुटकारा है. One man into one nation. ഒരു മനുഷ്യനെ ദൈവം ഒരു രാജ്യമാക്കി. एक मनुष्य को परमेश्वर ने एक राज्य में बदल दिया. ഇന്ന് രാത്രി വിളിച്ചു പറ, അടുത്തത് ഞാനാണ്. अगले इस रात्रि चिल्ला कर कहें, वो अगला व्यक्ति मैं हूँ. चिल्ला के बोलिए, वो अगला व्यक्ति मैं हूँ. ഈ തൂണിന്റെ തൊട്ടടുത്തിരിക്കുന്ന ചെറുപ്പക്കാരൻ എഴുന്നേൽക്കാം. इस खंबे के पीछे जो बैठा है, उसके पीछे जो बैठा है, उसके पीछे का जवान खड़ा हो जाए. No. नहीं, आप नहीं, वो. I'm a man of generation. मैं पीढ़ी का परमेश्वर हूँ. ഇവിടെ എല്ലാം വയസ്സന്മാരാണ് തോന്നുന്നു. यहाँ पर सब बुजुर्ग हैं. No gap. अंतर मत कीजिए. That's good. अच्छी बात है. ഞാൻ തലമുറകളുടെ ശുശ്രൂഷകനാണ്. मैं पीढ़ियों का सेवक हूँ. യൗവനക്കാർ എത്ര പേര് ഇവിടെ ഉണ്ട്? जवान लोग कितने लोग यहाँ पर हैं? വയസ്സാണ്. आप बुजुर्ग हैं. 99കാരനും യൗവനക്കാരനാണ്. और 99 साल का व्यक्ति भी जवान हो सकता है. എന്റെ ലൈഫിൽ വാർദ്ധക്യം കടക്കത്തിൽ എത്ര പേർ വിശ്വസിക്കുന്നു? कितने लोग विश्वास करते हैं मेरा जीवन बुजुर्ग नहीं होगा? ചിലര് മരിക്കാനിരിക്കാന്ന് തോന്നുന്നു. ऐसा लगता है कुछ लोग अभी मरने के लिए बैठे हैं. ഞാൻ അടക്കാൻ വന്നതല്ല, मैं दफन करने भी नहीं आया, ഞാൻ ഉയർപ്പിക്കാൻ വന്നതാണ്. मैं जी उठाने आया हूँ. ഹല്ലേലൂയ. हालेलुया. മോനെ നോക്ക്, बेटा मुझे देखो. നീ ഒറ്റയ്ക്കാണ് ഇവിടെ വന്നത്. तो अकेला यहाँ आया है? ഇവന്റെ പപ്പ ഇവിടെ. इसका पप्पा कहाँ है? Come on. जल्दी आइए. मम्मी है? Where is your कहाँ है वो? മമ്മി? इनकी माँ कहाँ है? നിന്റെ പേരെന്താ? आपका नाम क्या है? വില്യം. विलियम. വില്യം, ഈ മീറ്റിംഗ് നിനക്ക് മറക്കാൻ കഴിയില്ല. विलियम इस मीटिंग को तो भूल नहीं सकता है. ഇവരെല്ലാവരും ഇത് മറക്കും. ये सब लोग इसे भूल जाएंगे. അടുത്ത കൺവെൻഷൻ ഇവിടെ വരുമ്പോൾ ഇത് മറക്കും. अगला कन्वेंशन जब यहाँ आएगा कन्वेंशन तो ये भूल जाएगा. 2028 ആകുമ്പോൾ ഇത് മറക്കും. 2008 जब यहाँ होगा तो ये भूल जाएगा. 2028 होगा, भूल जाएंगे. നീ ഇത് മറക്കില്ല. तू ये नहीं भूलना. എന്തുകൊണ്ടെന്നാൽ क्यों पूछने से, ദൈവം നിന്നെ ഒരു വിഷയത്തിൽ നിന്ന് സ്വതന്ത്രമാക്കാൻ പോവാ. परमेश्वर एक विषय से तुझे स्वतंत्र करने जा रहा है.
നീ വർഷങ്ങളായിട്ട് ജയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയിൽ നിന്ന് കർത്താവ് നിന്നെ പുറത്തെടുക്കാൻ പോകും. वर्षों से तू जीत नहीं पा रहा, ऐसी एक बात से परमेश्वर तुझे बाहर निकालने जा रहा है. ഈ ഇരിക്കുന്നവർക്ക് ഭയങ്കര അസൂയാന്ന് തോന്നുന്നു. കാരണം ഒരു ചെറുപ്പക്കാരനെ ദൈവം എഴുന്നേൽപ്പിക്കുന്നത് കണ്ടിട്ടും കേട്ടിട്ടും മിണ്ടാതിരിക്കുക. यहाँ पर बैठे लोगों को बड़ा जलन हो रहा है, लग रहा है, क्योंकि एक जवान को परमेश्वर खड़ा करने जा रहा है, देखकर आपको अच्छा नहीं लग रहा ഞാൻ വിചാരിച്ച് മലയാളികൾക്കാണ് അസൂയ കൂടുതൽ. है. मैं सोचता था कि मलयालियों को ज्यादा जलन होता है, എല്ലായിടത്തും ഇതൊക്കെ തന്നെ. लेकिन सब जगह यही बात है. പക്ഷെ ദൈവം നിന്നെ സ്വതന്ത്രമാക്കാൻ പോവാ. लेकिन परमेश्वर आपको स्वतंत्र करने जा रहा है. ഞാൻ നിന്റെ മേൽ ഫ്രീഡം കാണുക. मैं तेरे ऊपर स्वतंत्रता देख रहा हूं. നിന്റെ മേലുള്ള സകല ബോണ്ടേജും ദൈവം പൊളിക്കാൻ तेरे പോകും. ऊपर के सारे बंधन को परमेश्वर खोलने जा रहा है. ഇനിയുള്ള ചില മണിക്കൂറിൽ ഒരു സെക്കൻഡ് നിനക്ക് വേണ്ടിയാണ്. अब से कुछ जो समय होगा उसमें एक सेकंड तेरा है. നീ തോറ്റിട്ട് പോകാൻ വന്നവനല്ല, और तू हार कर जाने वाला नहीं है, നീ ജയിക്കാൻ വന്നവനാണ്. तू जीतने के लिए आया हुआ. സുവിശേഷം ഇന്ത്യയിൽ വന്നത് सुसमाचार जो भारत में आया, മനുഷ്യനെ ക്രിസ്ത്യാനിയാക്കാനല്ല, मनुष्यों को ईसाई बनाने के लिए नहीं, മനുഷ്യനെ സ്വതന്ത്രമാക്കാനാണ്. मनुष्यों को स्वतंत्र करने के लिए ഞാൻ आया. പറയുന്ന സുവിശേഷത്തിൽ വിശ്വസിക്കുന്നു എങ്കിൽ മാത്രം കരമടിക. मैं जो सुसमाचार बोलता हूँ, यदि उसमें आप विश्वास करते हैं तो सिर्फ उसके लिए ताली बजाएं. ഈ സുവിശേഷം സത്യമാണെങ്കിൽ മാത്രം പ്രതികരിക്കുക. ये सुसमाचार यदि सत्य है तो सिर्फ प्रतिक्रिया करें. जो ഇന്ത്യയിൽ സുവിശേഷം വന്നത് ക്രിസ്ത്യൻ പെർസെന്റേജ് വർദ്ധിപ്പിക്കാനല്ല, भारत में जो मसीहत आया है वो मसीहों को बढ़ाने के लिए नहीं है, മനുഷ്യനെ സ്വതന്ത്രമാക്കാനാണ്. और यीशु मसीह मनुष्यों को स्वतंत्र करने के लिए आया है. Good news. एक खुशखबरी, നിന്റെ വീടിന് സ്വാതന്ത്ര്യം, आपके घर में स्वतंत्रता, നിന്റെ പട്ടണത്തിന് സ്വാതന്ത്ര്യം, आपके नगर में നിന്റെ स्वतंत्रता, കുടുംബത്തിന് സ്വാതന്ത്ര്യം, आपके परिवार में നിന്റെ स्वतंत्रता, തലമുറയ്ക്ക് സ്വാതന്ത്ര്യം. आपके संतानों में The स्वतंत्रता, great freedom is moving. और बड़ा स्वतंत्रता यहाँ हो रहा है. Receive this. लेने से നിന്റെ കുടുംബത്തിന്മേൽ സ്വാതന്ത്ര്യം ഞാൻ കാണുന്നു. आपके परिवार में मैं स्वतंत्रता देख रहा നിങ്ങൾ ഇവനെ ഓർത്ത് കരയേണ്ടവരല്ല. हूं. आप इनको सोचकर रोने के लिए नहीं, നിങ്ങൾ ഇവൻ മുഖാന്തരം നിങ്ങളുടെ കുടുംബത്തിന്റെ സ്ഥിതി മാറാൻ പോവുകയാണ്. इसके द्वारा आपके घर की परिस्थिति बदलने जा रही है. ഞാൻ നിങ്ങളുടെ ഭവനത്തിനകത്ത് നിന്ന് मैं आपके भवन में से the spirit of deadnessനെ ക്യാൻസൽ ചെയ്യുക. और उस मृत्यु की आत्मा को मैं कैंसिल कर रहा हूं. പിശാച് കൊല്ലുന്നവനാണ്. शैतान मारने वाला है, അവൻ കള്ളനാണ്. वो चोर है. റായ്പൂർ കേൾക്കട്ടെ, रायपुर सुनने पाए, പിശാച് കള്ളനാണ്. शैतान चोर है. പിശാചിന്റെ കുടുംബക്കാരുണ്ടെങ്കിൽ പറയണ്ട. शैतान के घराने के लोग हैं तो कुछ ना बोले यहाँ. പിശാചിന്റെ അനിയത്തിമാരും അനിയന്മാരും ഉണ്ടെങ്കിൽ അത് പറയരുത്. शैतान के भाई बहन बैठे हैं तो ना बोले, പക്ഷെ ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും, लेकिन मैं तो बोलता ही रहूंगा. അവൻ കള്ളനാണ്. वो चोर है. അതിനപ്പുറത്താണ് ഒരു അഡ്രസ് ഇല്ല. उसके उस पार उसका कोई पता नहीं है. നിനക്കെതിരെ അവൻ എത്ര പ്രതികൂലം അഴിച്ചു വിട്ടാലും, आपके विरोध में कितनी भी विपरीत परिस्थिति छोड़े वो, നിനക്കെതിരെ എത്ര മന്ത്രവാദം ഉയർത്തിയാൽ, कितना भी मंत्रवाद करे वो, അവൻ ഒരു പേരേ ഉള്ളൂ. उसका एक ही नाम है, He is a liar. वो चोर है. Hey, India. हे भारत, Devil is a liar. और शैतान Come on, speak it out. और വിളിച്ചു പറയുക. ऊंची आवाज में बोले, शैतान चोर है. അടുത്തയാളെ തൊട്ടിട്ട് പറ, പിശാച് കള്ളനാണ്. पास में बैठे व्यक्ति को छूकर कहे शैतान चोर है, അവനിൽ സത്യമില്ല. उसमें सत्य नहीं है. മകളെ, എന്തുവാ ഞാൻ പറഞ്ഞേ? बेटी मैंने क्या कहा? ഇന്ന് വിടുതലാണമ്മ. आज छुटकारा है. 10-17 വർഷം മുമ്പ് 10-17 साल पहले ശ്രീദേവി എന്ന് പറയുന്ന ഒരാള് श्रीदेवी नाम की एक व्यक्ति 2 മക്കളെയും കൊണ്ട് 2 बच्चों को लेकर ഇതുപോലത്തെ യോഗങ്ങളിൽ इस प्रकार की सभाओं में എല്ലാ ആൾക്കാരെ ഇടിച്ചു മാറ്റിയിട്ട് सब लोगों को हटाकर ഫ്രണ്ടിൽ വന്നിട്ട് सामने में आकर ആ പ്രസംഗിക്കുന്ന പാസ്റ്ററോട് പറയും, वो प्रचार करने वाले पास्टर से कह रही है, എന്റെ മകന്റെ മേലൊന്ന് കൈവയ്ക്കുവോ? मेरे बेटे के ऊपर क्या हाथ रखोगे? പലർക്കും അത് കൈവയ്ക്കാനുള്ള ടൈം കിട്ടിയിട്ടില്ല. कई लोगों को हाथ रखने का टाइम नहीं मिला. അത്ര ജനമാണ്. उतनी भीड़ है. ഇപ്പൊ തന്നെ നിക്സൺ പാസ്റ്റർ നിങ്ങളൊക്കെ വിളിച്ചു, പക്ഷെ എല്ലാവരെയും ഞങ്ങൾക്ക് തൊടാൻ പറ്റുന്നില്ല. और अभी निक्सन पास्टर ने आप सबको बुलाया, लेकिन कई लोगों को छू नहीं पाए. പ്രസംഗിക്കുന്ന പാസ്റ്റർ പോകും, प्रचार करने वाला पास्टर चला ആൾക്കാരും जाएगा, പോകും. लोग भी चले जाएंगे. ശ്രീദേവി ആ മകന്റെ കയ്യെ പിടിച്ച് തിരിച്ചു നടക്കും. श्रीदेवी उस बच्चे के हाथ को पकड़कर वापस जाएगी.
1% പോലും സാധ്യതയില്ലാത്തൊരു കുടുംബം, 1% भी संभव बातें नहीं वैसा परिवार, ജാതക ശാപത്തിൽ ജനിക്കപ്പെട്ട ഒരു മകൻ, और श्राप में पैदा हुआ एक बच्चा, ജാതകം കൊണ്ട് കുടുംബത്തെ തകർത്ത് എല്ലാവരാലും ശപിക്കപ്പെട്ട ഒരു ഫാമിലി, परिवार में श्राप के द्वारा पूरा टूटा हुआ एक परिवार। ആ അമ്മ മകനെയും പിടിച്ചു മടങ്ങും. माँ बच्चे को पकड़ के वापस लौट जाएगी। ഞങ്ങൾക്കറിയില്ലായിരുന്നു. हमें नहीं मालूम था। ഈ പ്രസംഗിക്കാൻ വന്ന പാസ്റ്ററിന്റെ കൂടെ ഞാൻ പ്രസംഗിക്കും. और इस पास्टर जो प्रचार करने आया है उसके साथ में प्रचार करूंगा। അന്ന് അമ്മ കൈ പിടിച്ച് തിരിച്ചു കൊണ്ടുപോയ അരവിന്ദ് മോഹൻ ഇന്ന് റായ്പൂരിൽ വന്നിട്ടുണ്ടെങ്കിൽ, और उस दिन जो माँ पकड़कर वापस ले गई वो बेटा अरविंद मोहन यदि रायपुर आया है तो അത് ചില തലമുറകളുടെ റിസറക്ഷന് വേണ്ടിയാണ്. वो कुछ पीढ़ियों को खड़ा करने के लिए है। അത് ആരുടെ വീട്ടിൽ സംഭവിക്കണമെന്ന് നിങ്ങൾ वो തീരുമാനിക്കണം. किसके घर में संभव होना है आपने। നിങ്ങളുടെ തലയിൽ തൊട്ട് പ്രവചിക്കാൻ എനിക്ക് സമയമില്ല. आपके सिर पे हाथ रख के प्रार्थना करने के लिए मेरे पास പക്ഷേ भविष्यवाणी करने समय എന്നിലൂടെ नहीं है। ദൈവം തുറക്കുന്ന പ്രവചന ശബ്ദത്തെ കയറി തൊടാൻ നിനക്ക് കഴിയും. लेकिन मेरे से शुरू होने वाली भविष्यताओं की वो बातें, भविष्यवाणी की बातें आप छू सकते हैं। തീരുമാനം നിന്റേതാണ്. निर्णय आपका है। നിനക്ക് വേണമെങ്കിൽ കസേരയും പിടിച്ചിരിക്കാം അവിടെ. आपको चाहे तो कसेरा कुर्सी पकड़कर बैठ सकते പക്ഷേ हैं। ഈ ടെന്റിലൂടെ അടുത്തെഴുന്നേൽക്കാൻ പോകുന്നത് എന്റെ മകനാണെന്ന് വിശ്വസിക്കാം. लेकिन इस टेंट में से अगला निकलने वाला मेरा बेटा है, ये आप विश्वास कर सकते ഇവിടെ हैं। ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ यदि यहाँ कोई आया है तो ഇന്ന് രാത്രി ഇവിടെ അധികാരത്തിന്റെ പകർച്ചകൾ നടക്കും. आज रात्रि यहाँ अधिकार का भागदान होगा। ഈ തലമുറയെ ദൈവം പുറത്തെടുക്കാൻ പോവുക. इस पीढ़ी को परमेश्वर बाहर निकालने जा रहा है। ഈ കുടുംബത്തിന്റെ മേലെ ഡെഡ്നെസ്സുകൾ മാറാൻ പോവുക. और इस परिवार की वो मृत्यु हटने जा रही है। പിശാച് കള്ളനാണ്. शैतान चोर है। നിങ്ങൾ എന്റെ കൂടെ വരുന്നത് വരെ ഞാൻ ഇതിങ്ങനെ പറഞ്ഞു. आप मेरे साथ जब तक नहीं आएंगे मैं ऐसे ही बोलता रहूंगा। ഇത്രയും പെട്ടെന്ന് എന്റെ കൂടെ സഹകരിച്ചാൽ മീറ്റിംഗ് 10 മണിക്ക് തീരും, ഇല്ലെങ്കിൽ നാളെ 10 മണി വരെ കാണും. और जितने जल्दी आप मेरे साथ सहमत हो जाएंगे तो मीटिंग 10 बजे खत्म हो जाएगी, नहीं तो कल सवेरे 10 बजे तक खत्म होगी। ഒന്നാമത് എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ക്ലോക്കിനെയാണ്. पहली बात जो मुझे बिल्कुल पसंद नहीं आती है घड़ी है। എനിക്ക് ഇവിടെ ഇഷ്ടമേ. और मैं इस घड़ी को पसंद ही नहीं करता। പിശാച് കള്ളനാണ്. शैतान चोर है। അവനിൽ സത്യമില്ല. उसमें सत्य नहीं है। അവൻ 28 കൊമ്പുണ്ടെങ്കിലും उसके पास 28 सींग है तो भी, ചുവന്ന കണ്ണുണ്ടെങ്കിൽ, लाल आंखें हैं तो भी, 2 പല്ലുണ്ട്. 2 दांत है तो भी। ഇതൊക്കെയല്ലേ നമ്മൾ ऐसा കണ്ടുകൊണ്ടിരിക്കുന്നത്. तो हमने शैतान को देखा है। നമ്മൾ സ്വപ്നത്തിൽ കാണുക. हमने स्वप्न में देखा है ऐसे शैतान को। അവൻ കറുത്ത वो രൂപമാണെങ്കിൽ, काला रूप है तो भी, അവൻ ഇനി എന്തുവാകട്ടെ, चाहे वो कुछ भी हो, എനിക്ക് അവനോട് ഒന്നേ പറയാനോ, लेकिन उससे मुझे एक ही बात कहना है, നിന്നിൽ സത്യമില്ല. तुझ में सत्य नहीं है। അതുകൊണ്ട് എനിക്ക് അവനെ പേടിയില്ല. इसलिए मुझे उससे डर नहीं लगता है। ഇത് ഞാൻ പറഞ്ഞതല്ല, യേശു പറഞ്ഞത്. ये मैंने नहीं बोला, यीशु मसीह ने कहा है। അവന് എന്തും പറയാം, चाहे वो कुछ भी कह सकता പക്ഷെ है, നിന്നെ കുറിച്ചുള്ള സത്യം പറയാൻ മാത്രം അവന് കഴിവില്ല. लेकिन आपके विषय में सच्चाई बोलने की उसकी योग्यता नहीं है। നിന്റെ കുടുംബത്തെ തകർക്കുമെന്ന് അവൻ പറഞ്ഞെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് പറ, അത് ഏറ്റവും വലിയ കള്ളമാണ്. और आपके परिवार को तोड़ देगा यदि उस शैतान ने बोला है तो आज की रात्रि यहाँ बैठकर बोले ये सबसे बड़ा झूठ है। നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ അവൻ ഭയങ്കര പ്രവൃത്തി എടുത്തു വച്ചേക്കെന്ന് പറയുന്നെങ്കിൽ അവനോട് പറ, പോയി കള്ളം പറയാതെ ഇറങ്ങി പോടാന്ന്. आपकी सेवकाई के ऊपर यदि उसने बड़े कार्यों को उठाकर रखा है तो आप आपकी सेवकाई को तोड़ने के लिए तो आप कहे तो झूठा है, चला जा। ഞാനിപ്പോൾ നിങ്ങളൊരു ശുശ്രൂഷ പറയാം. मैं अभी एक सेवकाई आपसे कहूंगा। ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പിശാച് നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ കയറ്റിയ കള്ളത്തരങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഇളകി പുറത്തു വരും. और जब मैं ये बातें बोल रहा हूँ, शैतान जो आपके दिमाग में झूठी बातें रखा है वो अभी निकल कर बाहर निकल रही है। നിങ്ങൾ ഈ ആത്മതലത്തെ മനസ്സിലാക്കുന്നെങ്കിൽ ആ ശുശ്രൂഷയ്ക്ക് തയ്യാറായിക്കോണം. आप आत्मा के इस क्षेत्र को समझ पा रहे हैं तो सेवा के लिए तैयार हो जाएं। വർഷങ്ങളായി നിങ്ങളെ അടിച്ചേൽപ്പിച്ച ചില സാത്താന്യ കാപട്യങ്ങളെ ഇന്ന് രാത്രി പൊളിക്കുകയാണ്. और अब वर्षों से जो आपको सौंपा गया है शैतानी कपट को अभी उखाड़ फेंके। നിങ്ങളുടെ ശരീരത്തിലേക്ക് അവൻ ഇഞ്ചക്ട് ചെയ്ത കള്ളത്തരത്തെ പൊളിക്കുകയാണ്. आपके शरीर में इंजेक्ट किया गया वो झूठी बातों को अभी उखाड़ फेंको। നിന്റെ തലമുറയുടെ മേലെ ഇഞ്ചക്ട് ചെയ്ത കാപട്യങ്ങളെ പൊളിക്കുകയാണ്. आपके बच्चों में इंजेक्ट किया गया वो कपट को उखाड़ फेंको। ഇന്ത്യയോട് അവൻ പറഞ്ഞ സകല കാപട്യത്തെയും അപ്പോസ്തലൻ
ദൂതന്മാർ പൊളിക്കുകയാണ്. और भारत के लिए जो भी वो छोटी बातें बोला उस सबको हम यीशु के नाम से हटाते हैं. ഇന്ത്യയുടെ മേൽ സത്യം വെളിപ്പെട്ട് വരാൻ പോകുകയാണ്. और भारत में सच्चाई प्रकट होने जा रही है. ഇന്ത്യ ഞങ്ങളുടെ ഹൃദയമാണ്. भारत हमारा हृदय We है are for India. और भारत हमारा है. ഇന്ത്യ എന്ന നാമം ഭൂമിയെ ഷേക്ക് ചെയ്യാൻ പോകുകയാണ്. और भारत ये नाम पृथ्वी को हिलाने जा रहा है. ഇന്ത്യ ഭൂമിയെ ഷേക്ക് ചെയ്യാൻ പോകുകയാണ്. और भारत पृथ्वी को हिलाने जा रहा है. We are from India. हम भारतीय हैं. We are born in India. हम भारत में पैदा हुए We हैं. are the ministers of India. हम भारत में सेवा We करते are the हैं. pastors of India. हम पास्टर भारत के We are the हैं. prophets of India. हम भविष्यवक्ता भारत के हैं. Speak it out, India. बोले भारत. India, भारत. ഭൂമി മുഴുവൻ सारी पृथ्वी ഒരു രാജ്യത്തെ കുറിച്ച് സംസാരിക്കാൻ एक പോകുന്നു. राज्य के विषय में बातचीत करने जा रहे हैं. വർഷിപ്പ് ലീഡേഴ്സ് ആൻഡ് വർഷിപ്പേഴ്സ് എന്റെ പുറകിലുണ്ടായിരുന്നു. और आराधना की अगुवाई करने वाले और आराधना के बजाने वाले सब मेरे पीछे रहे. जल्दी से. Worship is the key ये to आरा- enter in the realm of glory. और परमेश्वर के उस महिमा के वातावरण को जो तैयार करता है वो आराधना है. realm of glory il celebrities illa, only worshipers. और वातावरण जो है महिमा का वातावरण में सेलिब्रिटी नहीं है, सिर्फ वहां पर आराधक है. anointing realത്തിലാണ് evangelist, prophets, apostle, teacher, pastor. अभिषेक के उस वातावरण में है प्रेरित, भविष्यवक्ता, टीचर और सुसमाचार प्रचारक. realm of glory ക്കകത്ത് ഒറ്റ ആൾക്കാരേ ഉള്ളൂ, worshipers. और वो जो वातावरण है महिमा का उसमें एक ही जन है, वो है वर्शिपर, आराधक. തികഞ്ഞ ഹൃദയത്തോടെ എന്റെ അപ്പോസ്തലന്മാരോട് ഞാൻ സംസാരിക്കുന്നു. और मैं भरपूर हृदय से मेरे प्रेरितों से बातचीत कर रहा हूँ. ഏറ്റവും നല്ലൊരു വർഷിപ്പർ ആവുക, और सबसे अच्छे एक आराधक बन जाए നീ ഇന്ത്യയെ ചലിപ്പിക്കും. तो आप भारत को चलित कर देंगे. റായ്പൂരിൽ വർഷിപ്പേഴ്സ് നിൽക്കുകയാണ്. और रायपुर में आराधक खड़े हैं. പോലെ കഴിഞ്ഞ 2 വർഷത്തെ ഞാൻ സഞ്ചരിക്കുന്ന റലം ആക്സസ് ചെയ്തുകൊണ്ട് ഞാൻ നിന്നോട് പറയാണ്, നീ നിൽക്കുന്ന ഈ 1.5 മണിക്കൂറിനകത്ത് നിന്റെ അകത്ത് അടുത്തൊരു വർഷിപ്പ് റലം ദൈവം അൺലോക്ക് ചെയ്യും. और जो मैं ये 2 साल से मैं जो है ये वातावरण में जो खड़ा हूँ आराधना के, मैं कहता हूँ 1.5 घंटे के अंदर एक नया वातावरण ഇന്ന് രാത്രി ഭയങ്കര ശുശ്രൂഷകൾ ഇവിടെ ജനിക്കും. आज की रात्रि हमारे सेवक पैदा होंगे. ഇതൊരു ജനന സ്ഥലമാക്കി മാറ്റണം. ये एक पैदा का स्थान बनाना है. സൂപ്പർ നാച്ചുറൽ ബർത്തുകൾ ഉണ്ടാകാൻ പോകുന്നു. अलौकिक जन्म यहाँ होने जा रहे हैं. റലംസുകൾ മാറാൻ പോകുന്നു. वातावरण बदलने जा रहा है. റലംസുകൾ മാറാൻ പോകുന്നു. वातावरण बदलने जा रहा है. ഇന്ത്യയുടെ മേൽ അടുത്ത റലം തുറന്നു വരികയാണ്. और भारत में नया वातावरण आ रहा है. Do you believe this? നിങ്ങൾ ഇത് വിശ്വസിക്കുന്നുണ്ടോ? आप ये विश्वास करते हैं? കഴിഞ്ഞൊരു തലമുറ കണ്ട റലമല്ല, और पिछली एक पीढ़ी ने देखा वातावरण नहीं. ഇന്ത്യയുടെ മേൽ അടുത്ത റലം തുറന്നു വരും. भारत में एक नया वातावरण आने जा रहा है. നിങ്ങളുടെ ഫാമിലിക്കകത്ത് तुम्हारे परिवार के अंदर ഇന്ന് ഫ്രീഡം നടക്കാൻ പോകും. आज स्वतंत्रता आने जा रहा है. നിങ്ങൾ ഇത് വിശ്വസിക്കുന്നു आप विश्वास करते हैं? എങ്കിൽ നിങ്ങൾക്ക് പോയിരിക്കാം. तो आप जाकर बैठ जाएं. ചേർന്നൊരു ഹല്ലേലൂയ പറ. मिलकर जोर से बोले हालेलुया. It's not a fasting prayer. और ये फास्टिंग प्रेयर नहीं It's है, not a convention. ये कन्वेंशन भी नहीं It's है, a tent revival. ये टेंट रिवाइवल है. അടുത്തയാളെ തൊട്ടിട്ട് പറഞ്ഞ്, पास में बैठे व्यक्ति से कहें, നീ ഇരിക്കുന്നത് तू जो बैठा है ഫാസ്റ്റിംഗ് പ്രയറിനല്ല, फास्टिंग प्रेयर में नहीं है, tent revival. टेंट रिवाइवल में बैठा है. ഇവരാരും ഒന്നും അടുത്തയാളോട് പറയുന്നില്ല. और यहाँ पर बैठा कोई व्यक्ति अपने पड़ोसी से बोल नहीं रहा है. बोलिए एक दूसरे से, आप टेंट रिवाइवल में बैठे हैं. ഈ മീറ്റിംഗ് നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കും. इस मीटिंग में आप जरा स्वतंत्रता से बैठे हैं. ചിലരൊക്കെ ഇപ്പോഴും ഫിയർ പിടിച്ചിരിക്കും. और कुछ लोग अभी भी डरे हुए हैं. ഫുൾ ഫ്രീഡം. पूरा स्वतंत्रता. ചിരിക്കണമെങ്കിൽ ചിരിക്കണം, मुस्कुराना है तो मुस्कुरा दे, കരയാൻ തോന്നുമെങ്കിൽ रोने की इच्छा है तो रोइए, ചാടാൻ തോന്നുമെങ്കിൽ ചാടാം, कूदने की इच्छा है कूदिए, പോകാൻ തോന്നുമെങ്കിൽ പോകരുത്. जाने की इच्छा है तो मत जाए. നമ്മൾ എത്രത്തോളം ഫ്രീ ആയിരിക്കും, हम जितना ज्यादा स्वतंत्र होते हैं അപ്പോഴേ ദൈവത്തിന് നമ്മളെ ശുശ്രൂഷിക്കാം. तभी परमेश्वर हमें सेवकाई कर सकता है.
ടെന്റ് റിവൈവൽ. ये टेंट रिवाइवल है. ബൈബിളിൽ ടെന്റിന് വളരെ പ്രാധാന്യത. बाइबल में तंबू की बड़ी विशेषता है. ബൈബിളിൽ കൂടാരത്തിന് വളരെ പ്രാധാന്യം. बाइबल में तंबुओं की बड़ी विशेषता है. പലരും കൂടാരവാസികളാണ്. कई लोग तंबू में वास करते हैं. ടെന്റിന് ഒരു കുഴപ്പമുണ്ട്. और तंबू की एक गड़बड़ी भी है. ഇതിന് ബേസ്മെന്റ് ഇല്ല. इसका कोई आधार नहीं होता. പക്ഷെ ബൈബിളിൽ ഒരു റെവലേഷൻ ഉണ്ട്. लेकिन बाइबल में एक प्रकाशन है. അബ്രഹാം കൂടാരവാസിയായി. अब्राहम डेरों में तंबुओं में रहता था. ടെന്റിനകത്ത്, वो टेंट में था, तंबू में था. ഈ റെലം ഓഫ് ടെന്റിനകത്ത് കയറിയാൽ यदि ये वातावरण जो है तंबू में आ जाए ടെന്റിന് ഫൗണ്ടേഷൻ ഇല്ല. तो टेंट में जो है उसकी नींव नहीं है. പക്ഷെ കയറുന്നവന്റെ മേൽ ദൈവം ഒരു ഫൗണ്ടേഷൻ ഇടും. लेकिन घुसने वाले के अंदर परमेश्वर एक नींव डालेगा. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ മാത്രമേ ആമേൻ പറയൂ. आपको यदि समझ में आया तो सिर्फ जोर से बोले आमीन. ഓരോ വാക്കും ഇമ്പോർട്ടന്റ് ആണ്. मैं जो एक एक बातें कहता हूँ वो बहुत महत्वपूर्ण है. ഇസ് എ ടെന്റ് റിവൈവൽ. और ये टेंट रिवाइवल है. ഒരു അഭിഷക്തന്റെ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവം കൊടുത്ത നിയോഗം. एक अभिषिक्त की प्रार्थना के अंदर परमेश्वर ने दी हुई अगुवाई. ഇസ് എ മൂവിംഗ് ടെന്റ്. और ये चलने वाला तंबू है. ഇസ് എ മൂവിംഗ് ये ടെന്റ്. चलने वाला तंबू है. ഇത് എവിടെ അടിക്കുന്നു? और ये तंबू जहाँ लगाया ഇത് ഇവിടെ जाता है, നിലക്കുന്നതിന് മുൻപ് वो यहाँ लगने से पहले അവിടെ ചില മൂവ്മെന്റുകളുണ്ട്. और वहाँ कुछ चलन होने लगेगा. ഇന്ന് രാത്രി ആര് പറയുന്നു അത് എന്റെ മേലാണ്? आज की रात्रि कौन कहेगा वो मेरे ऊपर है. ആര് പറയുന്നു അത് ഞാനാണ്? और कौन कहेगा वो मैं हूँ. It's a tent revival. ये टेंट रिवाइवल है. It's a grand movement. और ये बड़ा चलन है. ഞാൻ ചിലതിന്റെ മേൽ ചലനങ്ങൾ കാണുകയാണ്. वचन आपके ऊपर चलन है. മരിച്ച ചിലത് ചലിക്കുന്ന ഞാൻ കാണുന്നു. बड़े लोग कुछ चलित हो रहे हैं. ചില മിനിസ്ട്രികൾ നിങ്ങളുടെ മേൽ ചലിക്കാൻ कुछ പോകുന്നു. सेवकाई आपके ऊपर चलित होने जा रही ചില है. സാമ്പത്തിക മേഖലകൾ ചലിക്കാൻ कुछ പോകുന്നു. सांपत्तिक क्षेत्र में चलन होना जा रहा ജീവൻ है. തുടിക്കുന്നത് ഞാൻ കാണുന്നു. और जीवन नाट्य में देख रहा हूँ. ഈ റലാംസിനകത്ത് ആര് കയറുന്നുവോ और इस वातावरण में जो प्रवेश करता है അവന്റെ മേൽ ഫൗണ്ടേഷൻ വീഴും. उसके ऊपर नींव आ जाएगी. ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് പ്രവചിക്കട്ടെ. मैं आज की रात्रि आपसे भविष्यवाणी करूं. ഇതിന് അടിസ്ഥാനമില്ല. इसकी नींव नहीं है. ഞങ്ങൾ അടുത്ത ആഴ്ച ഇതിവിടെ നിറക്കിക്കൊണ്ടുപോകും. अगले हफ्ता हम ये टेंट को यहाँ से ले പക്ഷെ जाएंगे. ഇതിനകത്ത് കയറിയ നിനക്കാർക്കും ഇളക്കാൻ കഴിയാത്ത ഒരു അടിസ്ഥാനം ദൈവം ഇടാൻ പോവാ. लेकिन आपको कोई हिला नहीं सकता. एक ऐसा नींव आप सभी को परमेश्वर देने जा रहा है. ഇരിക്കുന്ന അഭിഷക്തന്മാരോട് ഞാൻ പ്രവചിക്കുന്നു. आज यहाँ पर बैठे अभिषिक्तों से मैं भविष्यवाणी ഞാൻ कर रहा हूँ. ചിലരുടെ മേൽ ഫൗണ്ടേഷൻ എന്ന പദം കാണുകയാണ്. मैं कुछ लोगों के ऊपर नींव इस प्रकार पद देख रहा हूँ. അടുത്തിരിക്കുന്നയാളോട് പ്രവചിച്ചോ. ഫൗണ്ടേഷൻ, पास में बैठे व्यक्ति से भविष्यवाणी कर दो. नींव, ഫൗണ്ടേഷൻ, नींव, ഫൗണ്ടേഷൻ, नींव, ഫൗണ്ടേഷൻ. नींव. ഇതൊരു ദൈവമനുഷ്യന്റെ നിയോഗമാണ്. और ये परमेश्वर के जन की अगुवाई है. ആ മനുഷ്യൻ ഇത് ചിലരോട് അറിയിച്ചു. और उस मनुष्य ने कुछ लोगों को बताया. അപ്പോഴാണ് മനസ്സിലായത്. तब समझ में आया. ഈ നിയോഗവും അകത്ത് കിടക്കുന്ന ഒരു കൂട്ടം പേർ എഴുന്നേറ്റു. और इस अगुवाई जिनके अंदर पड़ी है ऐसा एक झुंड उठ खड़ा हुआ. ഇത് ആഗ്രഹം കൊണ്ട് അടിച്ചതല്ല. ये चाहत से डेरा नहीं लगाया ഇത് गया. നിയോഗമുള്ളത് കൊണ്ട് അടിച്ചതാണ്. ये अगुवाई है इसलिए तंबू लगाया गया. റായ്പൂരിൽ ഒരു മീറ്റിംഗ് നടത്താൻ വേണ്ടി അടിച്ചതല്ല. और रायपुर में एक मीटिंग होने के लिए तंबू नहीं लगाया गया. ഇതിനകത്ത് അസാധാരണമായ മാറ്റങ്ങൾക്ക് വേണ്ടി, असाधारण बदलावट के लिए. ഇത് വിശ്വസിക്കുന്നെങ്കിൽ കാര്യം അടിച്ചു കർത്താവിനെ ये സ്തുതിക്കുക. विश्वास करते हैं तो ताली बजाकर बोले हालेलुया. മോശ ആദ്യം അടിച്ചതൊരു ടെന്റാണ്. मूसा ने पहले लगाया एक तंबू था. മക്കളെ മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? बच्चों समझ में आ रहा है मेरी बातें. കാസ്റ്റ് ഇവിടെ നിന്നോ എന്നാലേ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാസ്റ്റ് ഇവിടെ നിന്നോ ചിലപ്പോൾ ഞാൻ ഇങ്ങനെ കറങ്ങും. നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? बेटी आपको समझ में आ रहा है. മോസസ് ആദ്യം അടിച്ചത് ടെന്റാണ്. और मूसा ने पहले एक तंबू लगाया. ഞാൻ പറഞ്ഞത് മനസ്സിലാവും. मैं जो बोल रहा हूँ समझ में आ रहा है. വണ്ടർഫുൾ. बहुत अच्छी बात. മോശ എന്തിനാ ടെന്റ് അടിച്ചതെന്ന്? मूसा ने क्यों तंबू लगाया? മന്നായുടെ ടേസ്റ്റ് പോരെന്ന് പറയാനല്ല. और मन्ना का टेस्ट अच्छा नहीं है बोलने के लिए नहीं.
കാടപ്പക്ഷി പറന്നു വരുന്നതിന് കുറച്ച് ടൈം ലേറ്റ് ആകുന്നുണ്ടെന്ന് പറയാൻ और बटेर पक्षी जो आ रहा है उसमें थोड़ी देरी हो रही है बोलने के लिए भी नहीं. എനിക്ക് ഇനിയും കുറച്ച് അത്ഭുതങ്ങളും കൂടെ വേണമെന്ന് പറയാനല്ല. मुझे और थोड़ा आश्चर्य कर्म चाहिए बोलने के लिए भी नहीं. എനിക്ക് നിന്നെ അധികമായി അറിയണം. मुझे तुझे बहुत अधिकार से जानना है. ഇന്ത്യയിൽ എങ്ങനെ ഉണർവ് വ്യാപരിക്കും? भारत में कैसे बेदारी होगी? ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയുന്ന സഭകൾ ജനിക്കണം. परमेश्वर को जैसे जानना है वैसे जानने वाली कलीसिया खड़ी पैदा होनी है. 2024 ദൈവത്തെ മനസ്സിലാക്കാൻ കപ്പാസിറ്റിയുള്ള പുത്രന്മാരും പുത്രിമാരും ജനിക്കണം. 2024 में परमेश्वर को समझ पाने वाले पुत्र और पुत्रियां पैदा होने हैं. ഇന്ന് രാത്രി ആ ഒരു കൈമാറ്റം ഇവിടെ നടക്കും. आज की रात्रि वो एक भागदान यहाँ पर होगा. ചിലരുടെ കണ്ണു തുറക്കും. कुछ लोगों की आंखें खुल जाएगी. ചിലരുടെ വെളിപ്പാട് തുറക്കും. कुछ लोगों का प्रकाशन खुलेगा. 2024 2024 में നിന്റെ ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തും. मेरा परमेश्वर कौन है ये प्रकट करेगा. ഇന്ത്യയുടെ മണ്ണിൽ और इस मिट्टी में ഈ ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തും. ये परमेश्वर कौन है प्रकट ദൈവം करेगा. നിന്റെ കണ്ണുകൾ തുറക്കണം. परमेश्वर तेरी आंखें खोल रहा है. കണ്ണുകൾ തുറക്കും. आंखें खुलेगी. കൈ കണ്ണിലേക്ക് വെച്ച് अपने आंखों में हाथ रख ले. കണ്ണുകൾ തുറക്കും. आंखें खुलेगी. ഒരാളോട് പറഞ്ഞപ്പോ അയാൾ മാത്രം ചെയ്തു, ബാക്കിയുള്ളവരെല്ലാം നോക്കിക്കൊണ്ട്. और एक व्यक्ति से कहा तो एक व्यक्ति ने किया, बाकी सब देख कर बैठे. ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു, मैं आपसे फिर कह रहा ഇത് हूँ കൺവെൻഷൻ മെസ്സേജ് അല്ല. ये कन्वेंशन का संदेश नहीं I am है. not a preacher. मैं प्रचारक नहीं हूँ. 2020 ഞാനത് വിട്ടതാണ്. 2024 में मैंने इसे छोड़ दिया है. 20 വരെ എന്റെ സ്വപ്നം എനിക്കൊരു പ്രസംഗകനാണോ എന്നായിരുന്നു. और 20 तक मेरी इच्छा थी कि मैं एक प्रचारक बनूं. 20 ഞാനത് വിട്ടു. 20 में मैंने उसे छोड़ दिया. ഞാനൊരു റിവീലറാണ്. मैं एक छुटकारा देने वाला ഞാൻ हूँ. പറയുന്ന ചെറിയ കാര്യങ്ങളിൽ പോലും ദൈവം മൂവി. मैं छोटी बातें भी बोलूंगा, परमेश्वर इसमें चलन करेगा. ഇതുവരെ കാണാത്ത നിലയിൽ ഞാൻ ദൈവത്തെ കാണാൻ പോകുന്നു. आंख में छू कर कहे अभी तक नहीं देखा, वैसे मैं परमेश्वर को देखने जा रहा हूँ. ഇതുവരെ അറിയാത്ത നിലയിൽ ഞാൻ word of God അറിയാൻ പോകുന്നു. और अभी तक नहीं पहचान पाया, ऐसे मैं परमेश्वर के वचन को जानने जा रहा हूँ. പാടുന്ന ഒരു തലമുറ ഇന്ത്യയിൽ ജനിക്കട്ടെ. और प्रकाशन के लिए एक नई पीढ़ी भारत में पैदा हो जाए. രാത്രി ഒരു അസാധാരണ കൈമാറ്റങ്ങൾ നടക്കുന്നു. आज की रात्रि का साधारण भागदान हो रहा है. Jesus. മോശ ടെന്റ് അടിച്ചത് मूसा ने जो टेंट लगाया അത്ഭുതം കാണാനല്ല, आश्चर्य कर्म करने के लिए नहीं, ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയാൻ വേണ്ടിയാ. परमेश्वर को जैसे जानना है वैसे जानने के लिए. മോശ ദൈവത്തോട് പറഞ്ഞു, मूसा परमेश्वर के साथ चला. എനിക്കറിയണം मुझे जानना है നീ സത്യത്തിൽ ആരാണ്. तू सच में कौन है. ഇന്ത്യ പറയുന്നു, भारत कह रहा है കഴിഞ്ഞ 100 വർഷമായി ഞങ്ങൾ യേശുവിനെ പ്രസംഗിക്കുന്നു. बीते 100 साल से हम यीशु को प्रचार कर That's रहे a हैं. good and a great. ये बहुत अच्छी बात है और महान है. വന്ന മിഷണറിമാർക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. आए हुए मिशनरियों के लिए हम यीशु को धन्यवाद പ്രസംഗിച്ച देते हैं. സുവിശേഷകന്മാർക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. प्रचार करने वाले सुसमाचारकों के लिए हम धन्यवाद We are the generation. लेकिन हम वो पीढ़ी है We are living in 2024. और हम 2024 में जी रहे हैं. ഞങ്ങൾ ദൈവത്തോട് പറയുന്നു, हम परमेश्वर से कह रहे हैं ഇന്ത്യ ഇതുവരെ കണ്ടിട്ടില്ലാത്ത നിലയിൽ भारत ने अभी तक नहीं देखा ऐसे. എന്റെ ദൈവം വെളിപ്പെട്ടു വരാൻ പോകുന്നു. मेरा परमेश्वर प्रकट होने जा रहा है. ഇങ്ങനെ ചോദിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ और यदि ऐसा कोई सवाल करने वाला है നിനക്ക് വേണ്ടിയാണ് ടെന്റ് റിവൈവൽ. तो तेरे लिए है ये टेंट रिवाइवल. അബ്രഹാം ദൈവത്തെ കണ്ടു. अब्राहम ने परमेश्वर को देखा. മോശ ദൈവത്തെ കണ്ടു. मूसा ने परमेश्वर को ആ देखा. ചാപ്റ്ററിൽ കയറിയിരിക്കാൻ എനിക്ക് മനസ്സില്ല. और उस अध्याय में बैठे रहने का मेरा मन नहीं है. അബ്രഹാം കണ്ട അധ്യായത്തിൽ കയറി നിൽക്കാൻ എനിക്ക് മനസ്സില്ല. अब्राहम ने देखा, उस अध्याय में खड़े होने का मेरा मन नहीं है. എന്തിനാണ് ആ ചാപ്റ്റർ എഴുതി വെച്ചെന്നറിയോ? क्यों वो चैप्टर लिखा मालूम? അബ്രഹാമിന്റെ കാലത്ത് अब्राहम के समय में അബ്രഹാമിന് വെളിപ്പെട്ടെങ്കിൽ अब्राहम ने प्रकट നിന്റെ हुआ. കാലത്ത് तेरे समय ഞാൻ നിന്റെ മുമ്പിൽ വെളിപ്പെടും. मैं तेरे सामने प्रकट होगा. My God is not a limited. मेरा परमेश्वर सीमित नहीं है.
अंत में छुटकारा मिलेगा सोचकर बैठे रहने वालों के लिए अंत में छुटकारा नहीं मिलेगा, हम यहाँ से चले ഈ जाएंगे। സെക്ഷനിൽ ആ പരിപാടി ഇല്ലെന്നോ? इस सत्र में वो काम है ही नहीं। നിനക്ക് ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയണം. और तुझे जैसे परमेश्वर को जानना है वैसे जान ले। അറിയണോ? जानना है Yes or no? हाँ कि नहीं। Let's pray. प्रार्थना करें। ആൻസർ എന്നെ അറിയാമോ? आंसर मुझे जानते हो, അറിയാം. जानते हैं, ഞാൻ വീണ്ടും ചോദിക്കും. लेकिन मैं फिर से पूछ रहा हूँ, പാസ്റ്റർ ആൻസർ എന്നെ അറിയാം. पास्टर आंसर आप मुझे जानते हो, ജോയൽ എന്നെ അറിയാമോ? जोएल मुझे जानते हो, അറിയാമെന്നാണ് ആൻസർ. और हाँ जानता हूँ जवाब है। ഒന്നുകൂടെ ചോദിക്കുക. लेकिन एक बार फिर पूछ रहा हूँ, സത്യത്തിൽ എന്നെ അറിയാം. सच में मुझे जानते हो? നിങ്ങൾക്ക് ആർക്കും എന്നെ അറിയില്ല. आप में से कोई मुझे नहीं जानता। നിങ്ങൾക്ക് അറിയുന്നത് സ്റ്റേജിലെ അരവിന്ദ് മോഹനെയാണ്. आप स्टेज के अरविंद मोहन को जानते हैं, ശുശ്രൂഷയിൽ കണ്ട അരവിന്ദ് മോഹനെയാണ്. सेवकाई में दिखने वाले अरविंद मोहन को जानते हैं। ഇതൊന്നുമല്ലാത്തൊരു അരവിന്ദ് മോഹനുണ്ട്. इन सबके बगैर का एक अरविंद मोहन है। അതറിയുന്നത് ഒരു പക്ഷെ എന്റെ അമ്മയ്ക്കായിരിക്കാം, അല്ലെങ്കിൽ എന്റെ हो വൈഫിനായിരിക്കാം. सकता है वो जानने वाला मेरी माँ हो या मेरी पत्नी हो। നിങ്ങൾക്ക് ദൈവത്തെ അറിയാമോ? आप क्या परमेश्वर को जानते हैं? സത്യത്തിൽ ഇന്ത്യ ക്രിസ്തുവിനെ കണ്ടിട്ടുണ്ടോ? सच में क्या भारत ने मसीह को देखा है? എനിക്കറിയാം എന്നെ യേശു സൗഖ്യമാക്കി. मुझे मालूम है मेरे यीशु ने चंगा किया। എനിക്കറിയാം എന്നെ യേശു ഉയർത്തി. मुझे मालूम है मेरे यीशु ने जिंदा किया। എനിക്കറിയാം എന്നെ യേശു കഷ്ടത മാറ്റി. मुझे मालूम है मेरे यीशु ने कष्ट പക്ഷേ हटाए। ഇന്ന് രാത്രി ഞാൻ നിങ്ങളൊരു വെളിപ്പാട് പറയാം. लेकिन आज की रात्रि में आपसे एक प्रकाशन ദൈവം നിങ്ങൾക്ക് ചെയ്ത ഓരോ അത്ഭുതങ്ങളുടെ പുറകിൽ परमेश्वर ने आपके लिए किया एक एक आश्चर्य कर्म के पीछे ഒരേ ഒരു ഉത്തരം അവശേഷിക്കുന്നു. और एक एक बातें वहाँ बच रही അത് है। അത്ഭുതം ചെയ്യാൻ വേണ്ടി ചെയ്തതല്ല. और वो आश्चर्य कर्म करने के लिए नहीं किया, അത്ഭുതം ചെയ്തവനെ അറിയാൻ വേണ്ടി ചെയ്തതാണ്. आश्चर्य कर्म करने वाले के लिए उसने किया है। ഇന്ത്യ ക്രിസ്തുവിനെ അറിയാൻ പോകുന്നു. भारत मसीह को जानने जा रही है। നിന്റെ ഭവനത്തിൽ ക്രിസ്തു വെളിപ്പെട്ടു വരാൻ പോകുന്നു. आपके भवन में मसीह प्रकट होने जा रहा है। പാസ്റ്റർ, ഇന്ന് രാത്രി ഒരു ജനറേഷൻ पास्टर आज की रात्रि एक पीढ़ी ക്രിസ്ത്യൻ റിലീജിയനിൽ നിന്ന്, मसीही धर्म से, പെന്തക്കോസ്റ്റൽ ട്രഡീഷനിൽ നിന്ന് पेंटिकोस की संस्कृति से സൺഷിപ്പിലേക്ക് രൂപാന്തരപ്പെടാൻ പോകുകയാണ്. और वो रूपांतरित होने जा रही है। संघ के അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ തൊട്ടോകാറ്. यदि कोई ऐसा व्यक्ति है तो छूने यीशु को। ഇദ്ദേഹം ഇവിടെ ശുശ്രൂഷയോട് നിൽക്കുന്നു. और ये यहाँ सेवकाई करके खड़े हैं। കർത്താവിനോട് പറഞ്ഞത് ഇതാണ്: प्रभु ने मुझसे कहा है നീ ഡീറ്റെയിൽഡ് പ്രസംഗിക്കണ്ട. और तू बहुत उस डिटेल के लिए प्रचार न करना, പക്ഷെ ഈ മനുഷ്യനിലൂടെ ഇവിടെ തുറന്നൊരു പ്രൊഫറ്റിക്കൽ മേഖല നീ ഇന്നിവിടെ ചെയ്യണം. और यहाँ पर ये मनुष्य के द्वारा जो खुला हुआ है एक भविष्यवाणी जो रास्ता उसमें तू कार्य कर। താങ്കൾ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോ जब ये भाई सेवकाई कर रहे हैं, കർത്താവിനോട് പറഞ്ഞത് प्रभु ने ഇങ്ങനെ: मुझसे ऐसा कहा है, ഒരു കാലഘട്ടം തോറ്റതിന്റെ മുകളിൽ एक समय उस नदी के ऊपर ഇന്ന് റായ്പൂരിലെ ചിലരെ ദൈവം പിടിച്ചു കയറ്റാൻ പോവാ. आज रायपुर के परमेश्वर कुछ लोगों को खड़ा करने जा रहा है। എന്നിട്ട് എന്നോട് പറഞ്ഞത്, പാസ്റ്റർ, ചില ഗോൽഗോഥാകളെ ക്യാൻസൽ ചെയ്യാൻ പോവുകയാ. कुछ गोलगोथा को कैंसिल करने जा रहे हो। ഛത്തീസ്ഗഡിന്റെ മണ്ണിൽ നിന്ന് ഗോൽഗോഥാകളെ അഴിക്കാൻ പോവുകയാ. छत्तीसगढ़ के मिट्टी से गोलगोथा वो हटने जा रहे हैं। നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? जो मेरे साथ है, This is not a convention. ये कोई कन्वेंशन नहीं है। ഗോൽഗോഥാകളെ അഴിക്കാൻ പോവുകയാ. गोलगोथा खुलने जा रहा है। ഇവരുടെ പുറകിൽ ആൾ വന്നു. इसके पीछे कोई आ जाए। ഇവരൊറ്റയ്ക്കാണോ വീട്ടിൽ നിന്ന് വന്നത്? क्या अकेले आप घर से आए हैं? ഇവരൊറ്റയ്ക്കാണോ വീട്ടിൽ നിന്ന് വന്നത്? क्या अकेले आप आए हैं? ഒറ്റയ്ക്കാണോ? अकेले हैं? പരാജയപ്പെട്ടൊരു ഗോൽഗോഥായുടെ ചരിത്രം
ചരിത്രം ഞാൻ കാണുന്നു. पराजित एक गोलगोथा का इतिहास में देख रहा. നിന്റെ പുറകിൽ മുഴുവൻ പരാജയങ്ങളാണ്. तेरे पीछे पूरा पराजय है. നീ അതിനകത്ത് കുഴിച്ചിടപ്പെടുകയാണ്. और तू उस गड्ढे में जा रही है. പക്ഷേ ഈ അഭിഷക്തന്മാർ ഇവിടെ വന്നത് लेकिन ये अभिषेक यहाँ आए हैं. അതിനകത്ത് നിന്നെ പുറത്തെടുക്കാനാണ്. उसके अंदर से तुझे बाहर निकालने के लिए. യെഹെസ്കേൽ ഇങ്ങനെ പ്രവചിച്ചു. यहेजकेल ऐसा भविष्यवाणी कर रहा है. എന്റെ ദൈവം मेरा परमेश्वर ശവക്കുഴി തുറന്ന് और शव कब्र को खोल कर നിന്നെ പുറത്തു കൊണ്ടുവരും. तुझे बाहर ले आएगा. ശവക്കുഴി തുറന്ന് कब्र को खोल कर നിന്നെ ദൈവം പുറത്തു കൊണ്ടുവരും. तुझे परमेश्वर बाहर ले आएगा. മരണത്തിന്റെ ഗന്ധം നീങ്ങുകയാണ്. मृत्यु की वो गंध हट रहा है. അടുത്തയാളോട് പ്രവചിക്ക്. अगले पास के व्यक्ति से भविष्यवाणी करो. നിന്നിൽ നിന്നും മരണത്തിന്റെ ഗന്ധം നീങ്ങുകയാണ്. तुझसे मृत्यु का गंध हट रहा है. നമ്മൾ ഒരാളെ തൊട്ട हम यदि किसी व्यक्ति को छुए തൊടുന്നവന്റെ മേൽ ലൈഫ്. और छूने वाले के ऊपर जीवन. നമ്മുടെ ചർച്ചിൽ ഒരാൾ കയറി വന്നാൽ हमारे कलीसिया में एक व्यक्ति आ जाए, വരുന്നവന്റെ മേൽ ലൈഫ്. आने वाले के अंदर जीवन. നീ ഒരു രാജ്യത്ത് കാൽ ചവിട്ടിയ एक राज्य में पाँव रख दे, അവിടെ ലൈഫ്. वहाँ जीवन. കാരണം my God is a God of life giver. क्योंकि मेरा परमेश्वर जीवन का दाता है. ആരാണ് ക്രിസ്തു? कौन है मसीह? He is a life giver. वो जीवन देने वाला है. നിന്റെ മേൽ ഈ രാത്രി ജീവൻ വീഴുകയാണ്. और तेरे ऊपर आज जीवन आ रहा है. മരണത്തിന്റെ പ്രമാണത്തെ ഇന്ത്യയിൽ നിന്ന് അഴിക്കാൻ मृत्यु की व्यवस्था को भारत से खोलने के लिए റോമൻ 8 പൗലോസ് പറയുന്നു, रोमन साम्राज्य में पौलुस कहता है ജീവന്റെ പ്രമാണം और जीवन की व्यवस्था, മരണത്തിന്റെ പ്രമാണത്തെ അഴിച്ചു. मृत्यु की व्यवस्था को खोल दिया. ജീവന്റെ പ്രമാണം जीवन की व्यवस्था മരണത്തിന്റെ പ്രമാണത്തെ അഴിച്ചു. मृत्यु की व्यवस्था को खोल दिया. ഇന്ന് രാത്രി റായ്പൂരിനോട് സംസാരിക്കുക. आज की रात्रि रायपुर से बातचीत कर, ഇന്ത്യയോട് സംസാരിക്കുക. भारत से बातचीत कर. ഇത് ലൈഫാണ്. ये जीवन है, ഇത് ലൈഫാണ്. ये जीवन है. പിശാചാണ് മരണം. शैतान मृत्यु है, അവനാണ് കൊല്ലുന്നവൻ. वही मारने वाला है. യേശു ജീവിപ്പിക്കുന്നവനാണ്. यीशु जीवन देने वाला है. Only one prophetic. एक ही भविष्यता. ആരൊക്കെ പിടിക്കുന്നു? कौन कौन उसे पकड़ लेगा एक भविष्यवाणी को? ആ പ്രൊഫറ്റിക്കൽ വേർഡ് നിങ്ങളെ ഇന്ന് റിലീസ് ചെയ്യും. वो भविष्यवाणी वचन आपको आज छुटकारा देगा. മരണത്തിന്റെ പ്രമാണം मृत्यु की व्यवस्था എന്നിൽ നിന്ന് പുറത്തു പോകും. मुझ में से बाहर जा रही है. കാരണം ഞാൻ ഇപ്പോൾ ജീവിക്കുന്നത് अभी मैं जो जीवित हूँ ജീവന്റെ പ്രമാണത്തില്. जीवन के उस व्यवस्था में. ഞാൻ ആദാമിന്റെ മകനല്ല. मैं आदम का बेटा नहीं हूँ. Speak it out. പറയുക. बोलिए, मैं आदम का बेटा नहीं हूँ. मैं आदम की बेटी नहीं हूँ. Come on. बोलिए बोलिए, बेटा नहीं हूँ. ഞാൻ ആദാമിന്റെ ചാപ്റ്ററിലല്ല. मैं आदम के अध्याय में नहीं हूँ. എന്റെ പേര് ദൈവം എഴുതിയത് ക്രൈസ്റ്റിന്റെ ചാപ്റ്ററിലാണ്. मेरा नाम परमेश्वर ने मसीह के अध्याय में लिखा है. എന്റെ പേര് കിടക്കുന്നത് ക്രൈസ്റ്റിന്റെ ചാപ്റ്ററിലാണ്. मेरा नाम लिखा है मसीह के अध्याय में. അവൻ മരിച്ചവനല്ല, वो मरा हुआ नहीं है, മരണത്തെ ജയിച്ചവനാണ്. मृत्यु के बाद जीवित हो गया है. शायद आंखों जियाते. ഞാനിത് പറയുമ്പോൾ അന്തരീക്ഷം മാറുകയാണ്. मैं जब ये बोल रहा हूँ वातावरण बदल रहा है. നീ പിടിക്കണം. तुझे पकड़ना है. ഇതിലേതോ ഒരു സെക്കൻഡ്, ഇതിലേതോ ഒരു സെക്കൻഡ് इसमें से कोई एक सेकंड നിനക്കുള്ളതാണ്. तेरे लिए है. 10 പാസ്റ്റർമാർ എന്റെ മിനിസ്ട്രിയിലുണ്ട്. और 10
सबसे ज्यादा पास्टर मेरी सेवा में है, ഏറ്റവും പ്രായം കൂടിയ ആള് ഞാനാണ്. सबसे कम उम्र का मैं हूँ, ഞാനാണ് അവരുടെ സീനിയർ പാസ്റ്റർ. मैं उनका सीनियर पास्टर 20 വയസ്സുകാരനായ പാസ്റ്റർ എനിക്കുണ്ട്. और 20 साल का पास्टर मेरे पास है। അവന്റെ മുമ്പിൽ പോലീസുകാരൻ മുട്ടുകുത്തി നിൽക്കും. उसके सामने पुलिस वाला घुटने टेकता है, മോനെ നിനക്കും പാസ്റ്റർ ആകാം, बेटा तू भी पास्टर हो सकता है, നിനക്കും പ്രവചിക്കാം. तू भी भविष्यवाणी कर सकता है। ഇത് ലിമിറ്റേഷനെ പൊളിക്കുന്ന തലമുറയാണ്. इससे सीमा को तोड़ने वाली पीढ़ी है। ഇന്ത്യ ഇതുവരെ കാണാത്തൊരു സ്പിരിച്വൽ കൾച്ചർ കാണാൻ പോയ, भारत अभी तक जो आत्मिक बातें नहीं देखा वो देखने जा रहा है, ഇന്ത്യ ഇതുവരെ കാണാത്തൊരു സ്പിരിച്വൽ എൻവയോൺമെന്റ് വരാൻ പോയ. और भारत ने अभी तक नहीं देखा ऐसे आत्मिक शुरुआत आने जा रही है। അമ്മമാർ പ്രാർത്ഥിക്കാതെ എന്റെ മകനുണ്ടെന്ന് പറ. माताएं प्रार्थना करें उसमें मेरा बच्चा होने पाए, എന്റെ മകനുണ്ടെന്ന് പറ. उसमें मेरी बेटी है मुझे। ഭരിക്കാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? शासन करना कितने लोग चाहते हैं? 1 2 3 4. 1 കർത്താവേ, 2 3 4। ഇപ്പൊ ആദ്യം കൈ ഉയർത്തിയവരുടെ മേൽ प्रभु अभी जिन्होंने ऊपर हाथ उठाया है, ഇനി ഉയർത്തണ്ട. अब नहीं उठाना, जो हाथ उठाए हैं ആ वो, ഉയർത്തിപ്പിടിച്ചവരുടെ മേൽ जो हाथ ऊंचा करके रखे हैं, ഒരു ഭരണം വ്യാപരിക്കട്ടെ. एक शासन आने पाए। ദൈവം परमेश्वर ആദാമിനെ आदम को ഭൂമിയിലേക്ക് അയച്ചത് पृथ्वी में जो भेजा, മരിക്കാനല്ല, मरने के लिए नहीं, ഭൂമിയെ ഭരിക്കാനാണ്. पृथ्वी पे शासन करने के लिए। ഉൽപ്പത്തി പുസ്തകം 1. उत्पत्ति की किताब पहला, എന്റെ മകൻ ഭരിക്കണം. मेरा बेटा अधिकार करना है। നിന്റെ കയ്യിലെ വേദപുസ്തകം തുറക്കുക. आपके हाथ के बाइबल को खोलते हैं, ഒന്നാമത്തെ പേപ്പറിലേക്ക് നോക്കുക. पहले पेपर में देखे, അവിടെ ഭരിക്കുന്ന രാജാവിനെ കാണാം. वहाँ पर अधिकार करने वाला राजा को देखते हैं। ഇന്ന് രാത്രി ദൈവം പറയുന്നു, आज की रात्रि परमेश्वर कहता എനിക്ക് है, റായ്പൂരിൽ मुझे रायपुर में ആത്മാവിൽ ഭരിക്കുന്ന ചിലരെ വേണം. आत्माओं में शासन करने वाले कुछ लोग चाहिए। ചിലർ പറയുന്നു, कुछ लोग कहते हैं ഭൂമിയിൽ ഞങ്ങൾ മരിക്കും, पृथ्वी पे हम मर जाएंगे, സ്വർഗത്തിൽ ഞങ്ങൾ ഭരിക്കും. स्वर्ग में हम शासन करेंगे। ഇവിടെ ഞങ്ങൾ മരിക്കും, यहाँ हम मर जाएंगे, അവിടെ ഞങ്ങൾ ഭരിക്കും. वहाँ हम शासन करेंगे। There's a wrong. ये गलत है, ഞങ്ങൾ അങ്ങനല്ലല്ലോ കേട്ടത്. हमने तो ऐसा नहीं सुना है। നിങ്ങൾ എന്ത് കേട്ടു എന്ന് എന്റെ വിഷയമല്ല. आपने क्या सुना है मेरा विषय नहीं है। ഞാൻ കേട്ട ദൈവശബ്ദം നിങ്ങളെ അറിയിക്കുകയാണ്. मैंने जो सुना परमेश्वर की आवाज आपको बता रहा हूँ। ദൈവത്തിന്റെ വചനം പറയുന്നു, परमेश्वर का वचन कहता है, ദൈവം തന്റെ മനുഷ്യനെ സൃഷ്ടിച്ചത് परमेश्वर ने जो अपने मनुष्य को बनाया, മരിക്കാൻ വേണ്ടിയല്ല, मरने के लिए नहीं, ഭരിക്കാൻ വേണ്ടി. शासन करने के लिए। എത്ര പേർക്ക് എന്റെ കൂടെ ഇത് പറയാൻ കഴിയും? कितने लोग मेरे साथ में कह सकते हैं, എന്നെ ദൈവം റായ്പൂരിൽ ജനിപ്പിച്ചത്, वो जो परमेश्वर ने रायपुर में पैदा എന്നെ किया, ദൈവം ഛത്തീസ്ഗഡിൽ मुझे ജനിപ്പിച്ചത്, छत्तीसगढ़ में जो पैदा എന്നെ किया, ദൈവം കേരളത്തിൽ ജനിപ്പിച്ചത്, परमेश्वर केरल में जो पैदा किया, ഇന്ത്യയെ അപ്പോസ്തലനാക്കി മാറ്റിയത് और भारत में जो रखा, മരിച്ചിട്ട് പോകാനല്ല, मर के जाने के लिए नहीं, ഭരിച്ചിട്ട് പോകാനാണ്. शासन करके जाने के लिए। പിന്നെ ഞാൻ ഇവിടെ നിന്ന് പോകും, मैं यहाँ से जा रहा हूँ, അയ്യോ പുള്ളി മരിച്ചുപോയി अरे वो मर गया, എന്നൊരുത്തനെ കൊണ്ട് ഞാൻ പറയിപ്പിക്കില്ല. ऐसा किसी से नहीं मैं बोलवाऊंगा। അയാൾ ഭരിച്ചിട്ട് പോയി. बोलेगा वो शासन करके गया। നീ ശപിക്കപ്പെട്ട വീട്ടിൽ ജനിച്ചത് നിന്റെ തെറ്റല്ല. आप श्रापित परिवार में पैदा हुए, आपकी गलती नहीं है। തകർന്നൊരു വീട്ടിൽ ജനിച്ചത് തെറ്റല്ല. टूटे परिवार में पैदा हुए, गलती नहीं है। എല്ലാം അവസാനിച്ചൊരു കുടുംബത്തിൽ ദൈവം നിന്നെ ജനിപ്പിച്ചത് തെറ്റല്ല. सब खत्म हो गया ऐसे परिवार में परमेश्वर ने आपको पैदा किया हो, നീ ആക്സിഡന്റലായി ജനിച്ചതുമല്ല. ये एक्सीडेंट से तो पैदा हुआ ऐसा नहीं है। എന്തിനാണ് ആ തകർച്ചയിൽ നിന്നെ ജനിപ്പിച്ചത്? क्यों तुझे टूटेपन में पैदा किया? ഒരു ജനറേഷനെ കൊന്നതിനെ നിന്നിലൂടെ ദൈവം തീർക്കുകയാണ്. एक पीढ़ी को जो मार दिया, तुझ में से परमेश्वर पैदा You कर are the person. आप वो व्यक्ति है। ശപിക്കപ്പെട്ട കുടുംബത്തിന്റെ ശാപത്തെ കൊല്ലാൻ श्रापित परिवार के श्राप को खत्म करने के लिए ദൈവം ജനിപ്പിച്ച ദൈവത്തിന്റെ മകൻ നീയാണ്. परमेश्वर ने पैदा किया, परमेश्वर की संतान तू है। ये भाई ये छोड़ के बाद से हमारे ने खाया, और वो खाया हमारे खेलेगा सिर्फ
बिटिया भागा। തകർന്ന വീട്ടിൽ ജനിച്ചത് തെറ്റല്ല. टूटे परिवार में पैदा हुआ गलत नहीं है, പക്ഷെ ഒരു കാര്യം അറിയണം. लेकिन एक बात जान ले, എന്തിനാ അവിടെ നിന്നെ ആക്കിയത്? क्यों वहां तुझे रखा? ആ കുഞ്ഞിനെ ആരെങ്കിലും കയ്യിലെടുക്കുക. उस बच्चे को कोई हाथ में पकड़ ले, ആ കുഞ്ഞിനെ പെട്ടെന്ന് കയ്യിൽ उस പിടിച്ചോ. बच्चे को जल्दी से हाथ में ആ पकड़ ले। സഹോദരിയെ മേൽ बहन के ऊपर അവൾ ആയിരിക്കുന്ന ചുറ്റുപാടുകൾ തകർത്തതാണ്. परिस्थिति में वहां पर കർത്താവ് അവളെ സ്വതന്ത്രമാക്കുക. परमेश्वर से स्वतंत्र कर रहा है। ഇത് നിന്റെ സമയമാണ്. और ये तेरा समय है, നീ മരിക്കേണ്ടവരല്ല. तू मरने के लिए नहीं है, നീ മരണത്തെക്കുറിച്ച് तू ചിന്തിക്കേണ്ടവരല്ല. मृत्यु के विषय में सोचने वाला नहीं है। Apostles are here. प्रेरित तो क्या है? बाहर से हमको നീ എന്നും ചോദിക്കുന്ന ചോദ്യമാണ്, तू रोज पूछती है, सवाल है, എന്തിനാണ് ഞാൻ ഈ വീട്ടിൽ? क्यों मैं इस घर में हूँ? നീ എന്നും ചോദിക്കുന്ന ചോദ്യമാണ്, तू रोज ये सवाल पूछती है, എന്തിനാണ് എന്നെ ഇവിടെ ജനിപ്പിച്ചത്? क्यों मुझे यहाँ पैदा किया, എന്തിനാണ് എനിക്ക് തന്നത്? क्यों मुझे दिया? ഇതിനേക്കാളും എനിക്ക് ചത്താ മതി. इससे अच्छा तो मैं मर जाती। പക്ഷെ ഈ അപ്പോസ്തലനോട് ഇന്നോ, लेकिन इस प्रेरित से आज നീ മരിക്കാനുള്ളവളല്ല, तू मरने के लिए नहीं है, നീ ഭരിക്കാനുള്ളവൾ. तू शासन करने के लिए है। ഇന്ന് നിന്റെ മേൽ ആ ദൈവിക അധികാരം വീഴുക. आज तेरे ऊपर वो दैविक अधिकार आ रहा है। Suicidal spirit-നെ ഞാൻ break ചെയ്യും. आत्महत्या की आत्मा को मैं तोड़ता हूँ। നിന്റെ വീടിനകത്ത് ജീവൻ വ്യാപരിക്കുക. तेरे घर में जीवन आ रहा है। ഞാൻ ഇന്ന് നിന്നെ നോക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ मैं आज तुझे देख कर प्रार्थना कर रहा हूँ। എപ്പോഴും മരിക്കാമെന്ന് ചിന്തിപ്പിക്കുന്ന ആ സ്പിരിറ്റ് हर हमेशा मरने का विचार लाने वाली दुष्ट आत्मा ഇപ്പോൾ നിന്റെ ഭവനം വിട്ട് മാറുക. अभी तेरे भवन को छोड़कर चला है। I release the freedom. I release the freedom. ഞാൻ നിന്റെ മേൽ സ്വാതന്ത്ര്യത്തെ പകരുന്നു. मैं तुझ में स्वतंत्रता उंडेलता हूँ। നീ വാഴണം, तू शासन करना, നീ ഭരിക്കണം. तू शासन करना, तू बढ़ना, शासन करना। ഇന്നു മുതൽ आज से ഏത് വിഷയത്തിൽ നീ മരിച്ചോ जिस विषय पे तू मरी है, അതിൽ നീ ഭരിക്കും. उसमें तू शासन करेगी। കാരണം നിന്റെ മേൽ വ്യാപരിക്കുന്നത് कारण तुझमें व्यापृत होने वाला മരണത്തിന്റെ ആത്മാവല്ല, मृत्यु की आत्मा नहीं, മരണത്തിൽ നിന്ന് ക്രിസ്തുവിനെ പുറത്തെടുത്ത പുനരുത്ഥാനത്തിന്റെ ആത്മാവാണ്. मृत्यु से मसीह को जो बाहर निकाला पुनरुत्थान की आत्मा, അത് നിന്നെയും പുറത്തെടുക്കും. वो तुझे भी बाहर ले आएगा। ചേർന്ന് കർത്താവിനെ സ്തുതിക്കുക. मिलकर बोले हालेलुया। ഈ മരിക്കണമെന്ന് ചിന്തിക്കുന്നവർ ഈ സെക്കൻഡിൽ നന്നായി പ്രാർത്ഥിക്കണം. और ये मरना है विचार आने वाले इस समय अच्छे से प्रार्थना करें। ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് परमेश्वर ने मनुष्य की रचना की മരിക്കാനല്ല, मरने के लिए नहीं, ഭരിക്കാനാണ്. शासन करने के लिए। ദൈവത്തിന്റെ ശബ്ദം परमेश्वर की आवाज മരണമല്ല, मृत्यु नहीं, ഭരണമാണ്. वो शासन है। ഗോൽഗോഥായെ गोलगोथा को ദൈവം നീക്കാൻ പോവാ. परमेश्वर हटाने जा रहा है। സുവിശേഷം सुसमाचार ജീവനെ കൊണ്ടുവരും. जीवन को लेकर आएगा। സുവിശേഷം सुसमाचार സ്വാതന്ത്ര്യത്തെ കൊണ്ടുവരും. स्वतंत्रता को लाएगा। ദൈവം തന്റെ മനുഷ്യനെ സൃഷ്ടിച്ചത് परमेश्वर ने जो अपने मनुष्य को बनाया മരിക്കാനല്ല, मरने के लिए नहीं है, ഭരിക്കാനാണ്. शासन करने के लिए। ദൈവം നിന്നെ ആക്കി വെച്ച പട്ടണത്തിൽ परमेश्वर ने जहाँ जिस नगर में तुझे रखा है, ഭരണം പിശാചിന്റേതല്ല, वहाँ शैतान का शासन नहीं है। എന്റേതാണ് പറ. बोलिए वो शासन मेरा है। ഭരണം കിടക്കുന്നത് മന്ത്രവാദിയുടെ കയ്യിലല്ല, और शासन वो तांत्रिक के हाथ में नहीं पड़ा है, സഭയുടെ മേലാണ്. वो कलीसिया के हाथ में है। പ്രാർത്ഥിച്ചോ, എവിടെ ഞാൻ മരിച്ചോ प्रार्थना करे जहाँ हम मरे അവിടെ ഞാൻ ഭരിക്കും. वहाँ मैं शासन करूंगा। हमें छाया, हमें छा, हमें मथे, हमें आँखें, हमें समा, हमें पे फटाया, पूरा बना कभी का बल हमें शायद उधर आते नहीं आसे
17-18 വയസ്സുകളിൽ और 17-18 साल में കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് केरल के स्थान तिरुवनंतपुरम में റോഡ് ടാർ ചെയ്യുന്ന ജോലിക്ക് നടന്ന ചെറുപ്പക്കാരനാണ് ഞാൻ. और रोड बनाने का डामरीकरण करने वाला काम करने वाला जवान था मैं. I'm a failure person. मैं हारा हुआ व्यक्ति था. അതേ പട്ടണത്തിൽ उसी नगर में ഇന്ന് ഞാൻ ഭരിക്കുകയാണ്. आज मैं शासन कर रहा हूँ. ഇത് അബ്രഹാമിന്റെ കഥയല്ല, ये अब्राहम की कहानी नहीं ഇത് है, ജോസഫിന്റെ കഥയല്ല, ये यूसुफ की कहानी नहीं है, ഇത് അരവിന്ദ് മോഹന്റെ കഥയാണ്. अरविंद मोहन की कहानी. Because എന്റെ ദൈവം അബ്രഹാമിന്റെ ദൈവം മാത്രമല്ല, क्योंकि मेरा परमेश्वर अब्राहम का ഇസ്ഹാക്കിന്റെ ദൈവം മാത്രമല്ല. अकेला नहीं. റായ്പൂരിനോട് ഞാൻ സംസാരിക്കുന്നത് उनसे मैं बातचीत कर रहा हूँ. എന്റെ ദൈവത്തെ കുറിച്ചാണ്. मेरे परमेश्वर के विषय में. He is my God. वो मेरा परमेश्वर है. He is my God. वो मेरा परमेश्वर है. बोलिए. ഭരിക്കും, शासन करेंगे, ഭരിക്കും. शासन करेंगे. സഭ മരിക്കുകയല്ല, कलीसिया मरेगी नहीं, ഉണർവുകൾ മരിക്കുകയല്ല, बेदारी मरेगी नहीं. സഭകൾ ഭരിക്കാൻ कलीसिया शासन करने जा रही है. പ്രാർത്ഥനയിൽ മരിച്ചവൻ ഇന്ന് രാത്രി ആ മേഖലയിൽ ഭരണം നടത്താൻ പോകുന്നു. प्रार्थना में बने हुए आज उस क्षेत्र में शासन करने जा रहे हैं. നിന്റെ ശുശ്രൂഷയിൽ നീ ഭരിക്കും. आपकी सेवकाई में आप शासन करेंगे. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? मैं जो बोल रहा हूँ आपको मिल रहा है. Yes, say yes. बोलिए हाँ. നിങ്ങളിലെ നന്മ മരിക്കരുത്, आपकी भलाइयाँ मरना नहीं है. നിങ്ങളുടെ സമ്പത്ത് മരിക്കരുത്, आपकी संपत्ति मरना नहीं है. നിങ്ങളുടെ ശുശ്രൂഷകൾ മരിക്കരുത്, आपकी सेवकाई मरना नहीं है. നിങ്ങളുടെ തലമുറകളുടെ മേൽ ഡെഡ്നെസ് വരരുത്. आपकी पीढ़ियों में मृत्यु नहीं आना है. 99-ാമത്തെ വയസ്സിൽ और 99 അബ്രഹാമിന്റെ അടുക്കൽ ദൈവം എന്നിട്ട് പറഞ്ഞു, 99 साल में अब्राहम के पास परमेश्वर कह रहा है, हे अब्राहम Get ready. तैयार हो जा. ഒരു കുഞ്ഞിനെ ജനിപ്പിക്കാൻ തയ്യാറായിട്ട് बच्चे को पैदा करने तैयार हो जा. क्या बात है यहाँ पे. Hey Lord, my Lord, मेरा प्रभु I am in 99. मैं तो 99 साल का हूँ. Age is not a matter. और उम्र वो कोई समस्या नहीं है. It's a spirit of life. और ये आत्मा जीवन की है. Sarah, सारा പ്രസവിക്കാൻ തയ്യാറാകും. और प्रसव करने को तैयार हो जा. Hey my Lord, हे मेरा प्रभु I am in 90. मैं तो 90 साल की हूँ. Age is not a matter. और उम्र विषय नहीं है. നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടോ? आप स्वीकार कर रहे हैं. 35 വയസ്സുള്ള ഒരു സ്ത്രീ 35 साल की एक स्त्री ഗർഭം ധരിച്ചാൽ गर्भ यदि धारण करे, ഡോക്ടർ പറയും डॉक्टर कहेगा is complicated और ये बहुत समस्या है because 35. क्योंकि इसकी उम्र 35 है. 90. 90 सारा ഇസഹാക്കിനെ इसहाक को സിസേറിയൻ ചെയ്തെടുത്തല്ലോ. और सिजरीन करके नहीं निकाली थे. അങ്ങനെ ബൈബിൾ വല്ലതും ऐसा बाइबल में लिखा है क्या? സിസേറിയൻ അല്ലല്ലോ, कोई सिजरीन ऑपरेशन से निकाला लिखा है. അന്തരീക്ഷത്തിൽ നിന്ന് കൊടുത്തതല്ലല്ലോ. वातावरण से उसे दिया ऐसा भी नहीं. ഇത് ശരിയാണെങ്കിൽ നിങ്ങൾ പ്രതികരിക്കണം. यदि ये सही है तो आप प्रतिक्रिया करें. അതോ 90 വയസ്സായതുകൊണ്ട് ദൈവം പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, ഇസഹാക്ക് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ഉണ്ടാകത്തില്ല. और 90 साल हो गया इसलिए काम करता हूँ. परमेश्वर ने बोला इसहाक पैदा हो जाए तो हो जाएगा ना. ഇത്രയും ടെൻഷൻ വേണം. इतना टेंशन की जरूरत. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോ സകലതും ഉണ്ടായി. प्रकाश हो जाए बोलने तो सब कुछ हो गया. അങ്ങനെയാണ് ഒരു ഐസക്. तो फिर एक आइसक की बात. സറാ, सारा നിന്റെ ഉദരത്തിൽ तेरे पेट में तेरे गर्भ में ഐസക് ജനിക്കും. आइसक पैदा होगा. In 90. और ये 90 साल में Lord, Lord प्रभु 90 വയസ്സുള്ള ഒരു സ്ത്രീയുടെ ഗർഭപാത്രം 90 साल के एक स्त्री का गर्भपात्र അതിനകത്ത് വ്യാപരിക്കുന്നത് ഡെഡ്നെസ് ആണ്. और उसमें व्यापृत मृत्यु है.
അതൊരു ടോംബാണ്, അതൊരു കല്ലറയാണ്. वो एक कब्र है। എസ്രാ, एस्रा, ഇത് ടോംബായിരിക്കാം, ये कब्र होगा, പക്ഷെ അടുത്ത സെക്കൻഡിൽ ഇതൊരു വൂമ്പാകും. लेकिन अगले सेकंड ही वो गर्भ बनने जा रहा है। ജനിപ്പിക്കാൻ ശേഷിയില്ലാത്ത നിന്റെ ലൈഫിന് അടുത്ത ചിലതിനെ ജനിപ്പിക്കാൻ ശേഷിയുള്ള വൂമ്പുകളാക്കി ദൈവം മാറ്റുകയാണ്. मेरा जीवन जो पैदा नहीं कर सकता, अगले सेकंड में उसे पैदा करने वाला एक गर्भ को बना रहा है। എന്റെ മിനിസ്ട്രി ഇപ്പോ ഒരു ടോംബ പാസ്റ്റർ. और मेरी मिनिस्ट्री अभी एक कब्र है। ശവക്കല്ലറ. ये कब्र है प्रभु। ഒന്നും ജനിക്കുന്നില്ല, कुछ पैदा नहीं हो, അടുത്തതൊന്നും മൂവ് ചെയ്യുന്നില്ല. अगला कुछ चलन नहीं हो रहा। നിങ്ങൾ വന്നിരിക്കുന്നത് ടെൻഡ് റിവൈവലിലാണ്. आप टेंट रिवाइवल में आए हैं ടോംബുകളെല്ലാം വൂമ്പാവും. और ये जितने भी कब्र हैं वो गर्भ में बदलने जा रहे हैं। അടുത്തയാളെ നോക്കി പ്രവചിക്കുക. पास में खड़े व्यक्ति को देखकर भविष्यवाणी करो। നിന്റെ ലൈഫിലെ ടോംബുകളെല്ലാം വൂമ്പാവും. तेरे जीवन का कब्र गर्भ में बदलने जा रहा है। ഞാൻ നിങ്ങളോട് പ്രവചിക്കുന്നു, मैं आपसे भविष्यवाणी कर रहा ഈ हूँ। മനുഷ്യനെ തൊട്ട് പ്രാർത്ഥിക്കുക. इस मनुष्य को छूकर प्रार्थना करें। ഭയങ്കര കാര്യങ്ങളെ ജനിപ്പിക്കാൻ ശേഷിയുള്ള ഒരു വൂമ്പാക്കി മനുഷ്യന്റെ മിനിസ്ട്രി മാറുകയാണ്. भयंकर बातों को पैदा करने वाले उस गर्भ को गर्भ बना रहा है इसकी सेवा को प्रभु। യേശുവിനെ അവർ ടോംബിനകത്തടച്ചു. यीशु को उन्होंने कब्र में बंद कर दिया। എല്ലാരും പറഞ്ഞു ഇതൊരു ടോംബാണ്. सबने कहा ये कब्र है। പക്ഷെ മൂന്നാമത്തെ പ്രഭാതത്തിൽ तीसरी सुबह യേശു അതിനെ ഒരു വൂമ്പാക്കി. यीशु ने उसे गर्भ बना दिया। അത് തുറന്നു, वो खुल गया। യേശു പുറത്തു വന്നു. यीशु बाहर निकल आया। നിനക്കത് ശവക്കല്ലറയാണ്, आपके लिए वो शव कब्र है। എനിക്ക് മൂന്നാമത്തെ പ്രഭാതത്തിൽ മരണത്തെ ജയിച്ചു വന്ന യേശുവിന്റെ വൂമ്പാണത്. और मेरे लिए वो मृतकों में से जी उठा यीशु का गर्भ है। यीशु का ഞാൻ ഇന്ന് രാത്രി പ്രവചിക്കുന്നു, मैं आज की रात्रि भविष्यवाणी कर रहा हूँ। മരണം കിടക്കുന്ന ടോംബുകൾ और मृत्यु पड़े हुए कब्र ജനിപ്പിക്കുന്ന വൂമ്പുകളാകട്ടെ. पैदा करने वाले गर्भ बन जाए। നിന്റെ അക്കൗണ്ടിന്റെ മേൽ വ്യാപരിക്കുന്നത് ടോംബല്ല, പലതിനെയും ജനിപ്പിക്കുന്ന വൂമ്പ്. आपके अकाउंट में जो पड़ा हुआ है वो कब्र नहीं है, कई बातों को पैदा करने वाला गर्भ है। ദൈവമാതാവിനെ സൃഷ്ടിക്കുമ്പോൾ परमेश्वर के बाद हमको बना रहा था। ദൈവത്തിന്റെ ആഗ്രഹം परमेश्वर की इच्छा മനുഷ്യൻ मनुष्य ഭൂമിയിൽ पृथ्वी पर ഭരിക്കണം. शासन करना है। ഈ വചനം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? और इस वचन पे आप विश्वास करते हैं? അതോ ഞാൻ സ്വർഗത്തിൽ പോയി ഭരിച്ചോളാം എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴേ വീട്ടിൽ പോകാം. या यदि आप कहते हैं कि मैं स्वर्ग में जाकर शासन कर लूंगा तो अभी आप घर जा सकते हैं। അവരവിടെ പോയി ഭരിച്ചോട്ടെ. वो वहां जाके शासन कर ഞാനിപ്പോൾ लेते हैं। ഡീൽ ചെയ്യുന്നത് ഭൂമിയെ കുറിച്ചാണ്. मैं अभी आपसे डील कर रहा हूँ पृथ्वी के विषय में। കാരണം ദൈവം എന്നോട് പറഞ്ഞു, कारण परमेश्वर ने मुझसे कहा സ്വർഗം ദൈവത്തിന്റെ സ്വർഗമാണ്, स्वर्ग परमेश्वर का स्वर्ग है। ഭൂമിയെ ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. पृथ्वी को मैंने तुझे दिया है। I believe in this word. मैं इस वचन पे भी विश्वास करता हूँ। ഭൂമി അവൻ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു. जिसने मनुष्य को दिया है। സങ്കീർത്തനം 115:15-16. और भजन संहिता 115:15-16 ഇന്ത്യയെ ദൈവം എനിക്ക് തന്നിരിക്കുന്നു. भारत को परमेश्वर ने मुझे दिया है। അത് പിശാചിന് കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. वो शैतान को देने के लिए मैं तैयार नहीं हूँ। यूहन्ना ആത്മാവിൽ സ്വർഗതലത്തിൽ കയറി ചെന്നു. आत्मा में वो स्वर्ग में चढ़ गया। നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? अब मेरे साथ है। പുറകിൽ पीछे वाले मेरे साथ है। നന്നായി കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ ദാ ഇങ്ങോട്ട് വന്ന് നിൽക്കാം. अच्छे से सुन नहीं पा रहे हैं तो यहाँ के सामने आ जाइए। ചോയ്സ് ഈസ് യുവേഴ്സ്. और ये चुनाव आपकी पसंद है। जो भी അതൊക്കെ നിങ്ങളുടെ വിശ്വാസം പോലെ. आपके विश्वास के अनुसार। പക്ഷേ ഇന്ന് രാത്രി लेकिन आज की रात्रि ഒരു ജീവൻ വ്യാപരിക്കും. एक जीवन व्यापृत होगा।
സമസ്ത മേഖലയിൽ सारे क्षेत्र में ഒരു ലൈഫ് വ്യാപരിക്കും. एक जीवन आने जा रहा है. സമസ്ത മേഖലയിൽ सारे क्षेत्र में ഒരു ജീവൻ വ്യാപരിക്കും. एक जीवन आने जा रहा है. വിശ്വസിക്കുന്നവർ കർത്താവിനെ ഒന്ന് സ്തുതിച്ചു. विश्वास करने वाले जोर से बोले हालेलुया. നന്നായി ദൈവത്തെ സ്തുതിച്ചു. अच्छे से स्तुति करें. നന്നായി ദൈവത്തെ സ്തുതിച്ചു. अच्छे से परमेश्वर की स्तुति करें. നന്നായി ദൈവത്തെ സ്തുതിച്ചു. अच्छे से स्तुति करें. നന്നായി ദൈവത്തെ സ്തുതിച്ചു. अच्छे से. യോഹന്നാൻ ആത്മാവിൽ സ്വർഗ്ഗതലങ്ങളിൽ കയറിപ്പോയി. यूहन्ना आत्मा में स्वर्गीय स्थानों में चला गया. അദ്ദേഹം അവിടെ ചെന്നപ്പോൾ जब वो वहां गया, അവിടെ ഒരു ആരാധന നടക്കുകയാണ്. वहां पर एक आराधना हो रही है. മൂപ്പന്മാർ, पुरनिये, ദൂതന്മാർ, स्वर्गदूत അവർ ആരാധിക്കുന്നു. वो आराधना कर रहे हैं. അവർ പാട്ടുപാടുന്നു. वो गीत गा रहे हैं. അത് യോഹന്നാൻ കേട്ടു. वो यूहन्ना ने सुना. ദൂതന്മാരുടെ പാട്ട് കേട്ട് നീ ഇവിടെ പാടണം. और स्वर्गदूतों के गीत सुनकर तू यहाँ गाना. നിന്റെ ലിറിക്സ് മാറാൻ പോവുകയാണ്. तेरा लिरिक्स बदलने जा रहा है. നിന്റെ ലിറിക്സ് വരികൾ മാറാൻ പോവുകയാണ്. और तेरे लिरिक्स बदलने जा रहे हैं. वो दुनिया में छाया. ഇന്ത്യയിൽ വർഷിപ്പേഴ്സ് ജനിക്കട്ടെ. भारत में आराधक पैदा हो जाए. ആ ഒരു ഇംപാർട്ടേഷൻ ഈ രാത്രി ഇവിടെ മൂവ് ചെയ്യുന്നു. वो एक भागदानिया होगा है. ഗ്ലോറിയസ് വർഷിപ്പേഴ്സ് ജനിക്കട്ടെ. और महिमा में आराधक पैदा हो जाए. യോഹന്നാൻ കയറി ചെന്നു. यूहन्ना चढ़ कर गया. അദ്ദേഹം ഒരു പാട്ട് കേട്ടു. उसने एक गाना सुना. അതിങ്ങനെയാണ്. वो ऐसा है. കുഞ്ഞാടേ, मेमना, നീ അറുക്കപ്പെട്ടു. तू वध हो गया. നിന്റെ രക്തം കൊണ്ട് तेरे लहू से സർവ്വഗോത്രത്തിൽ നിന്ന്, सारे गोत्र से, എല്ലാ ഭാഷയിൽ നിന്ന്, हर एक भाषा से, എല്ലാ വംശങ്ങളിൽ हर നിന്ന് एक वंश से നിനക്കുള്ളവരെ तेरे लिए जो है നീ വിലയ്ക്ക് വാങ്ങി. तू मूल्य देकर ले लिया. അടുത്ത വാക്ക് ശ്രദ്ധിച്ചു കേൾക്കുക. अगला वाक्य ध्यान से सुने. അവർ वो ഭൂമിയിൽ വാഴുന്നു. पृथ्वी पे शासन कर रहे हैं. അവരെ സ്വർഗത്തിൽ വാഴിക്കാമെന്നല്ല, वो स्वर्ग में शासन कर रहे नहीं. that's good, come on. वो എങ്ങനെ कैसे? എങ്ങനെ wonderful. ओ mi acerca me compleanteria de a la que va se boqueria de este bebé. तेरा नाम, शासन करेंगे पृथ्वी पे हम. तेरा नाम, It's a prophetic insight. तेरा नाम ये भविष्यवाणी एक्शन है. അവർ वो ഭൂമി पृथ्वी पे വാഴുന്നു वो शासन कर रहे हैं. എന്നൊരു പാട്ട് ऐसा एक गीत സ്വർഗത്തിൽ കേട്ടു. स्वर्ग में सुना. ഇന്ന് രാത്രി आज की रात्रि സ്വർഗത്തിൽ ഒരു പാട്ടുണ്ട്. स्वर्ग में गीत है. റായ്പൂരിലേക്ക് നോക്ക്. रायपुर की ओर से അവിടെ ഭരണത്തെ കുറിച്ച് സംസാരിക്കുന്നു. और शासन के विषय में बातचीत हो रही है. അവിടെ വാഴ്ചയെ കുറിച്ച് സംസാരിക്കുന്നു. अधिकार के विषय में बातचीत हो रही है. ആ മനുഷ്യനെ പിടിച്ചോണം. उस मनुष्य को पकड़ लो. നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നവർ ആരുടെ മേലെങ്കിലും ദൈവശക്തി മൂവ് ചെയ്യുന്നു തോന്നിയാൽ और आप में आपके पास बैठा कोई यदि परमेश्वर की सामर्थ्य उसमें आ रही लगा आपको നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം. तो आप उन पे ध्यान देना. ഇത് ഈ സ്പോട്ടിൽ ചിലരെ തൊടും. और इस स्पॉट में कुछ लोगों को छुएगा. വോളണ്ടിയേഴ്സ് നന്നായി ശ്രദ്ധിച്ചു നിൽക്കും. वॉलंटियर्स ध्यान देके खड़े रहे. സ്പിരിറ്റ് ഓഫ് ഡെഡ്നെസ്, और मृत्यु की आत्मा, സ്പിരിറ്റ് ഓഫ് ഡെഡ്നെസ് मृत्यु की आत्मा സഭകൾ എഴുന്നേറ്റ് വരാൻ തടസ്സമായി. कलीसिया के उठ खड़े होने में रुकावट होगी. ഇന്നലകളിൽ ഉണർവുകളായ സഭകളെ ഇന്ന് ലോക്ക് ചെയ്തുകൊണ്ട് कल तक जो बेदार कलीसिया थी उन्हें वो ഇന്നലകളിൽ അസാധാരണമായി മൂവ് ചെയ്തവരെ ലോക്ക് ചെയ്തുകൊണ്ട് तक जो साधारण चलन किया उन्हें ब्लॉक कर. ഒരിക്കൽ റിവൈവൽ പ്രസംഗിച്ചവനെ ഇന്നത് പ്രസംഗിക്കാതാക്കിക്കൊണ്ട് और कल जो रिवाइवल बेदारी प्रचार किया उन्हें प्रचार न करने देने के लिए ഇന്ത്യയുടെ മേൽ വ്യാപരിക്കുന്ന ലോക്കിംഗ് സ്പിരിറ്റിനെ भारत में काम करने वाली वो ताले की ഈ आत्मा തലമുറ അഴിക്കുകയാണ്. रोकने वाली आई आत्मा में इस पीढ़ी को हम भेज रहे हैं. അവർ
അവർ ഭൂമിയിൽ വാഴും. वो पृथ्वी पे शासन करेंगे. പറഞ്ഞു അവർ ഭൂമിയിൽ വാഴും. बोलिए वो पृथ्वी पे शासन करेंगे. शासन करेंगे. जोर से बोलिए वो पृथ्वी पृथ्वी पे शासन करेंगे. वो पृथ्वी पे शासन करेंगे. वो पृथ्वी पे शासन करेंगे. वो पृथ्वी पे This is a gospel. Yes, सुसमाचार है. और अधिकार के सामने അവൻ പാപത്തിൽ മരിക്കുകയല്ല. वो पाप में मर नहीं रहा है. അവൻ ലോകത്തിൽ മരിക്കുകയല്ല. संसार के माया में मर नहीं रहा है. അവൻ ജഡത്തിൽ മരിക്കുകയല്ല. शरीर में मर नहीं रहा है. അവൻ അതിനെ ഭരിക്കും. वो उसको शासन करेगा. My generation. नई पीढ़ी, നീ മോഹങ്ങളിൽ മരിക്കേണ്ടവനല്ല. तू पाप में मरने के लिए नहीं है. നീ ജഡത്തിൽ മരിക്കേണ്ടവനല്ല. शरीर में मरने के लिए नहीं है. You are the person. तू जो है, You are the person. आप वो व्यक्ति है. നൂറുകണക്കിന് പെൺകുട്ടികളെ അബ്യൂസ് ചെയ്ത ആ സ്പിരിറ്റിനെ ഭരിക്കാൻ ദൈവം സൃഷ്ടിച്ച ദൈവത്തിന്റെ പുത്രി. सैकड़ों लोगों को, लड़कियों को गलत जो इस्तेमाल किया, ऐसे लोगों के ऊपर शासन करने वाले वो बहने तो ഈ ആത്മാവിനെ നീ രാത്രി സ്വീകരിക്കുക. स्वीकार ले. നൂറുകണക്കിന് ചെറുപ്പക്കാരെ सैकड़ों जवानों को പാപത്തിൽ കൊന്നൊടുക്കിയ पाप में जो ले गया, പാപത്തെ ഭരിക്കാൻ वो पाप में शासन करे. ദൈവം സൃഷ്ടിച്ച ദൈവത്തിന്റെ പുത്രൻ और आपको पैदा किया परमेश्वर के पुत्र है. ഇന്ന് രാത്രി വിളിച്ചു പറയുന്നത് ഞാനാണ്. आज की रात्रि मरियम में हो. ദൈവം സൃഷ്ടിച്ച ആദാമിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആഗ്രഹം. परमेश्वर ने जो सृष्टि किया आदम का, परमेश्वर के लिए योजना, ആദാം മരിക്കരുത്. आदम मरना नहीं है. പക്ഷേ लेकिन ദൈവം ആദാമിൻ ദൈവത്തിന്റെ ബന്ധത്തിൽ നടന്നുപോയി. और आदम जो है परमेश्वर के साथ उसका संबंध अलग हो गया. അടർന്നുപോയ ബന്ധങ്ങൾ തിരിച്ചു വരട്ടെ. और जो संबंध टूट गए हैं वो वापस लौट आए. ഞാൻ ബന്ധനത്തിലല്ല, मैं बंधन में नहीं हूँ, ഞാനൊരു ബന്ധത്തിലാണ്. मैं एक संबंध में हूँ. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, प्रेरित पौलुस कहता है, എനിക്ക് ഒരേ ഒരു ബന്ധനേ ഉള്ളൂ. मेरा एक ही एक बंधन है. അത് എനിക്കെതിരെ അർത്തമീസ് ചെയ്തതല്ല, वो मेरे ऊपर नहीं है, എനിക്കെതിരെ സിയൂസ് ദേവൻ ചെയ്തതല്ല. मेरे ऊपर स्यूस देव ने नहीं ഈ किया है. ബന്ധനം ആർക്കും അഴിക്കാൻ പറ്റില്ല. बंधन कोई भी नहीं खोल सकता. ഈ ലോകത്തിൽ ആര് വിചാരിച്ചാലും ഈ ബന്ധനം അഴിയില്ല. चाहे संसार का कोई भी सोचे ये ആ बंधन नहीं खुलेगा. ബന്ധനത്തിന്റെ പേരാണ് ക്രിസ്തു. वो बंधन का नाम है मसीह. ഈ പ്രപഞ്ചത്തിലെ ഒന്നിനും और इस അഴിക്കാൻ संसार की കഴിയാത്തൊരു कोई बात ബന്ധനം. जो नहीं खोल पाया संबंधन, वो है मसीह. അദ്ദേഹം വെല്ലുവിളിക്കുകയോ वो ललकार रहा है കഷ്ടതയ്ക്കോ कष्ट को, പട്ടിണിക്കോ क्या नंगाई, ആപത്തിനോ क्या जोखिम, വാളിനോ क्या तलवार, ഇപ്പോഴുള്ളതിനോ अभी जो है, വരാനുള്ളതിനോ जो आने वाला है, ഉയരത്തിനോ जो ऊंचाई है, ആഴത്തിനോ जो नीचाई है, ദൂതന്മാർക്കോ जो दूतों को, ഈ പ്രപഞ്ചത്തിനോ इस पृथ्वी को, ഈ ബന്ധത്തിൽ നിന്ന് इस प्रेम से എന്നെ അടർത്തി മാറ്റാൻ കഴിയും. मुझे कौन अलग कर सकता है? ഈ ബന്ധം ഇന്ന് രാത്രി ഇവിടെ വീഴാം. ये संबंध यदि आज यहाँ स्थापित हो जाए, ओ ദൈവത്തിന്റെ ആഗ്രഹം परमेश्वर की इच्छा, ആദാം മരിക്കരുതെന്നായി. आदम नहीं मरना, പക്ഷേ लेकिन ആദാം ഈ ഭൂമി വിട്ടു പോയി. आदम ये पृथ्वी छोड़कर चला गया. ചരിത്രം പറയുന്നു, इतिहास कहता है ആദാമിനെ കുഴിച്ചിട്ട സ്ഥലമാണ് ഗോൽഗോഥ. आदम को जहाँ दफन किया गया वो स्थान है गोलगोथा. ഇനിയുള്ള ചില മിനിറ്റുകൾ अब के कुछ मिनट അന്തരീക്ഷം മാറും. यहाँ का वातावरण बदलने जा रहा है. ഞാൻ വീണ്ടും സംസാരിക്കുന്നു. मैं फिर से बातचीत कर रहा हूँ. പ്രസംഗം കേൾക്കാൻ വേണ്ടി നിൽക്കരുത്. प्रचार सुनने के लिए खड़े ना रहे. ആദാമിനെ കുഴിച്ചിട്ട സ്ഥലമാണ് ഗോൽഗോഥ. आदम को जहाँ दफन किया गया वो स्थान है गोलगोथा. ആദാമിന്റെ തലയോട് കിട്ടിയ സ്ഥലമാണ് ഗോൽഗോഥ. और आदम के स्थान जो मिला है गोलगोथा. ഇന്ത്യൻ മണ്ണിൽ भारत की मिट्टी में ഒരു കാലത്ത് एक समय में ചരിത്രം രചിച്ച इतिहास की रचना പല करके സ്ഥലങ്ങളും कई स्थान ഇന്ന് കുഴിച്ചിടപ്പെട്ടു. आज वो ढाक दिए പക്ഷേ गए हैं. ടെന്റ് റിവൈവൽ लेकिन टेंट रिवाइवल ആ സ്ഥലങ്ങളിൽ കുറ്റിയടിക്കും. उस स्थानों में अपने तंबू को लगाएगा.
is a sign. ये चिन्ह है। നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? आप मेरे साथ हैं। ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുക മാത്രമല്ല കാണണം. मैं जो बोल रहा हूँ आप सिर्फ सुनना नहीं, आप देखना। ഗോൽഗോഥ, गोलगोथा, നിന്റെ വീട്ടിൽ ഒരു ഗോൽഗോഥയുണ്ടോ? तेरे घर में गोलगोथा है। നിന്റെ വാഗ്ദത്തങ്ങളെ കുഴിച്ചിട്ട ഗോൽഗോഥ, तेरी प्रतिज्ञाओं को दफन किया गोलगोथा, നിന്റെ അപ്പനെ കുഴിച്ചിട്ട ഗോൽഗോഥ, तेरे पिता को दफन किया गया गोलगोथा, നിന്റെ കുടുംബത്തെ കുഴിച്ചിട്ട ഗോൽഗോഥ, तेरे परिवार को दफन किया गोलगोथा, ഒരു രീതിയിലും എഴുന്നേറ്റ് വരാൻ കഴിയാത്ത ഗോൽഗോഥ, और जहाँ से उठ के नहीं आ पा रहे ऐसे गोलगोथा, ഇന്നാണ് അതിന്റെ അവസാന आज രാത്രി. उसका अंतिम रात है। Pastor, मास्टर्स, it's not a sermon. ये कोई संदेश नहीं है। Sister, बहन, it's not a sermon. ये कोई संदेश नहीं है। പ്രിയമുള്ളവരെ, प्रियो, it's not a sermon. ये कोई संदेश नहीं है। ഞാൻ കാണുന്നത് मैं देख रहा हूँ കുടിച്ചിടപ്പെട്ട് കിടക്കുകയാണ്. और कुछ खोद कर बंद कर दिया गया है। ഈ റായ്പൂരിലേക്ക് ഞാൻ വരുമ്പോൾ रायपुर में जब मैं आ रहा हूँ, കർത്താവ് എന്നെ കാണിച്ചത് प्रभु ने जो मुझे दिखाया, ചിലത് ബെറീഡായി കിടക്കുകയാണ്, कुछ बंद करके रखा गया है കുഴിച്ചിടപ്പെട്ടു. और खोदा गया। ആദാമിനെ കുഴിച്ചിടപ്പെട്ട ഗോൽഗോഥയിൽ യേശു ക്രൂശിക്കപ്പെട്ടു. आदम को जहाँ दफन किया गया, उस गोलगोथा में यीशु जी उठा। Where Adam buried, there Christ crucified. आदम जहाँ दफन हुआ, यीशु वहाँ क्रूस पे चढ़ गया। എവിടെയാണോ ആദ്യത്തെ ആദാം കുഴിച്ചിടപ്പെട്ടത്, അവിടുത്തെ ഒടുക്കത്തെ ആദാം ക്രൂശിക്കപ്പെട്ടു. पहला आदम जहाँ दफन हुआ, अंतिम आदम वही क्रूस पे चढ़ा। रायपुर के ऊपर ഗോൽഗോഥാവിற்கு മറുപടി പറയാൻ പോകുന്നു. गोलगोथा जवाब देने जा रहा है। എനിക്ക് എൻവിയോൺമെന്റിനെ നന്നായി മനസ്സിലാവുന്നു ഈ അന്തരീക്ഷം. मुझे ये वातावरण में अच्छे से समझ में आ रहा ഞാൻ है। നിങ്ങളെ നോക്കി പ്രസംഗിക്കുന്ന मैं आपको देख के प्रचार नहीं कर रहा ഞാൻ हूँ, ചലിക്കുന്ന പ്രസൻസ് നോക്കി പ്രസംഗിക്കുന്ന यहाँ की होने वाली उपस्थिति को देख के प्रचार कर रहा हूँ। പലരും പല വീടുകളിലും കുഴിച്ചിടപ്പെട്ട് കിടക്കുകയാണ്. कई घरों में कुछ दफन हुए पड़े हैं। ആ മകളെ ഒന്ന് തൊട്ടെ. उस बेटी को जरा छुए, യെസ്, ഇവിടെ അതല്ല, സ്ട്രീറ്റ് വിട്ടു, सीधा सीधा അവളെ ഇങ്ങ് വിളിക്ക്, അവളെ കൊണ്ടു. उसे लेकर आए। മോളെ, बेटी, ഇവരെന്ത് ചിന്തിക്കും, वो क्या सोचेंगे, ഇവരെന്ത് ചിന്തിക്കും ये क्या सोचेंगे, എന്ന് ചിന്തിച്ചുകൊണ്ട് നീ നിൽക്കരുത്. और ये सोचकर तू खड़ी नहीं रहना। ഇത് നിന്റെ സമയം. ये तेरा समय है। നീ എത്ര നാൾ ബറീഡാവും, तो कब तक दफन रहेगी, എത്ര നാൾ നീ മറഞ്ഞു ജീവിക്കും, तू कब तक मरकर जिएगी, എത്ര നാൾ നീ ഒളിച്ചിരിക്കും, कब तक तू छिपी रहेगी। It's your time. अब ये तेरा समय है, ഇത് നിന്റെ സമയമാണ്. तेरा समय है। നിനക്ക് മറുപടി പറയാം. तुझे जवाब तुझे നിന്റെ ദൈവം ഇറങ്ങിയിരിക്കുന്നു. तेरा परमेश्वर उतर आया है। എല്ലാം തകർന്നു പോയത് ഒരാൾ നിന്നോട് സംസാരിക്കുന്നത്. हर एक जो टूट गया, वो व्यक्ति तुझसे कह रहा है। ഒരു വേസ്റ്റ് എടുത്ത് കളയും പോലെ ലോകം എടുത്ത് കളഞ്ഞവനാ നിന്നോട് സംസാരിക്കുന്നത്. एक कचरा जैसे फेंक देते हैं, वैसे जिसे फेंक दिया गया वो तुझसे बातचीत कर തിരിച്ചു रहा है। വരും. तू वापस आएगी, നീ തിരിച്ചു വരും. वापस आएगी। ഈ brother നിന്നോട് സംസാരിക്കുന്നു. ये भाई तुझसे बातचीत कर रहा है, നീ തിരിച്ചു വരും. वापस आएगी। ഗോൽഗോഥ കൊണ്ട് അവസാനിക്കാനല്ല നമ്മൾ വന്നത്. गोलगोथा से समाप्त होने के लिए हम नहीं आए। മരിക്കരുതെന്ന് ദൈവം ആഗ്രഹിച്ച മനുഷ്യൻ और नहीं मरना चाहिए ऐसे चाहत रखने वाला मनुष्य, അവനെ കുഴിച്ചിട്ട സ്ഥലം. और उसे जहाँ दफन करके रख दिया गया। എന്റെ കൂടെ അഭിനയിക്കാൻ പറ്റുമോ? मेरे साथ क्या आप अभिनय कर सकते हैं? Are you ready? क्या तैयार है? It's a Golgotha. ये गोलगोथा है। ഈ മണ്ണിനകത്ത് ആരുണ്ടെന്ന് इस मट्टी में कौन है मालूम? ആദാമുണ്ട്. आदम है। കിടന്നോ? सो जाओ, നിങ്ങൾ ഇങ്ങനെ വന്നിക്ക്. അവരെ आप इधर आ जाओ, മക്കളോട് आप इधर। It's a place ये स्थान है, named Golgotha, नाम गोलगोथा। the hill of skull.
തലയോടിന്റെ പർവ്വതം, खोपड़ी नुमा गुफा അസ്ഥിയുടെ പർവ്വതം, और हड्डियों का पर्वत, ഓർമ്മകൾ മാത്രം, और सिर्फ याद रहे, ഓർമ്മകൾ മാത്രം. सिर्फ यादें. നീ കുടിച്ചു മൂടിയ നിന്റെ ഓർമ്മകൾ ഉയർത്തെഴുന്നേൽക്കാൻ പോവുകയാണ്. आपने जिसे दफन कर दिया, आपकी यादें अब जीने जा रही हैं. നീ കുടിച്ചു മൂടിയ സ്വപ്നങ്ങൾ പുറത്തു വരാൻ പോവുകയാണ്. आपने जिसे दफन कर दिया, वो स्वप्न बाहर आने जा रहे हैं. നീ കുടിച്ചു മൂടിയ പ്രവചനങ്ങൾ പുറത്തു വരാൻ പോവുകയാണ്. आपने दफन कर दिए, वो भविष्यवाणी बाहर आने जा रही The है. place Golgotha, उसका नाम गोलगोथा है. ആദാമിനെ അടച്ച സ്ഥലം. आदम को दफन किया गया जगह, ആ സ്ഥലത്തെ ലോകം വിളിച്ചു उस स्थान को लोगों ने कहा അസ്ഥിയുടെ പർവ്വതം, हड्डियों का पर्वत, മരണത്തിന്റെ സ്ഥലം, मृत्यु का स्थान, മരണം ജയിച്ച സ്ഥലം. मृत्यु जयवंत हो गया जगह. ഇവിടെ ആര് കയറി വരുമോ यहाँ कौन आएगा? അവർ മരണത്താൽ പരാജയപ്പെടും. वो मृत्यु में पराजित हो जाएंगे. ആ സ്ഥലത്തേക്ക് उस स्थान में ഒടുക്കത്തെ ആദാമായ ക്രിസ്തു കയറി വന്നു. और जो अंतिम आदम मसीह आ നീ गया, വരികയാണ്. आप आ रहे हैं 2024 2024 में ഇന്ത്യൻ മണ്ണിലേക്ക് भारत की मिट्टी में ദൈവം നിന്നെ കൊണ്ടുവരികയാണ്. परमेश्वर आपको ला रहा है. മൈക്ക് സ്റ്റാൻഡ് ഉണ്ടോ? माइक स्टैंड है? ഒന്നുമില്ല, नहीं है? ഒന്നുമില്ല, नहीं है? ഒന്നും വേണ്ട. सुन बनेगा എനിക്കിത് മതി. ले बनेगा. എന്നെ മറന്നാലും ടെന്റ് റിവൈവൽ മറന്നാലും ഈ വെളിപ്പാട് മറക്കരുത്. और टेंथ रिवाइवल में भूल जाए, लेकिन इस प्रकाशन को नहीं भूलना. അവർ യേശുവിനെ അടിച്ചു, उन्होंने यीशु को मारा, അവർ യേശുവിനെ ഉഴവുചാൽ പോലെ കീറി. उन्होंने यीशु को एकदम അവർ खोद दिया, അവർ അവന് ക്രൂശ് കൊടുത്തു. वो उसे क्रूस दिए. എന്റെ പാസ്റ്ററെ, मेरे पास गए, ഇതുപോലത്തെ ക്രൂശ് എന്നിലും ഉണ്ട് പാസ്റ്ററെ. इस प्रकार का क्रूस मेरे ऊपर भी है मास्टर. ക്രൂശ് ചുമന്ന് വന്നവനാണോ നീ? और क्रूस उठाकर तू आया है, അടുത്ത് നിന്നോണം, അവന്റെ മേലെ ഒരു പകർച്ച വീഴും. उसके ऊपर भागता नहीं. ക്രൂശ് ചുമന്ന് വന്നവനാണോ നീ? क्रूस उठाकर तू आया है ഇത് ചുമക്കാനോ? और तूने धोया है. അമ്മ, माँ, ഇതിന്റെ തല മാറും. इसका ये स्थान बदल जाएगा. വേച്ചും വിറച്ചും കൊണ്ട്, और कांपते हुए, വീണും എഴുന്നേറ്റും കൊണ്ട് गिरते उठते हुए ഒരാൾ एक व्यक्ति ക്രൂശും കൊണ്ട് വരിക. क्रूस लेकर आ रहा है. പലരും പറഞ്ഞു कई लोगों ने कहा യവൻ അവിടെ എത്തത്തില്ല, और ये वहां नहीं पहुंच पाएगा, അതിനു മുമ്പേ അവസാനിക്കും. उससे पहले समाप्त हो जाएगा. എത്തുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ और यदि कुछ परमेश्वर ने कहा है तो എത്തിയിരിക്കും. वहां पहुंचेगा जरूर. അടുത്ത് നിൽക്കുന്ന ആളോട് പറ, पास में खड़े व्यक्ति से कहीं परमेश्वर ने कुछ कहा है तो वहां पहुंचोगे जरूर, पहुंचोगे. और लेमन हदे के मन या पाछे अनवाए ഈ रहना. പുള്ളിയുടെ ഫേസ് നോക്ക്. इस व्यक्ति के चेहरा को देखिए. ഭയങ്കര കഷ്ടതയുടെ ക്രൂശ. और बहुत कष्ट वाला ये क्रूस है. ഇത് എന്നെയും കൊണ്ടേ പോകും ये मुझे लेकर ही जाएगा. എന്ന് പറഞ്ഞാൽ നിന്നെയും കൊണ്ടേ പോകും. ऐसा यदि आप बोलते हैं तो आपको लेकर ही जाएगा. പക്ഷേ ഇത് എന്റെ തോളിൽ വന്നത് लेकिन ये जो मेरे कांधे में आया, ഇതിന്റെ ചരിത്രം മാറാൻ. इसका इतिहास बदलने के लिए है. मैं ऐसे आंख खोल दिया. ഈ തീരുമാനം നിങ്ങളുടേതാണ്. ये निर्णय आपका है. നിങ്ങൾക്ക് തീരുമാനിക്കാം. या आप निर्णय ले सकते हैं. എല്ലാരും പറഞ്ഞു सबने बोला യേശു ക്രൂശും ചുമന്നുകൊണ്ട് വരിക. यीशु क्रूस ढोकर आ रहा है. യേശു ഗോൽഗോഥായിലേക്ക് വരിക. यीशु गोलगोथा में आ रहा है. ഗോൽഗോഥായുടെ ലത്തീൻ വേർഡാണ് കാൽവരി. और वो गुठा के ലത്തീൻ വാക്കാണ് लेकिन കാൽവരി. उसका नाम है कलवरी. തലയോട് കിടക്കുന്ന സ്ഥലം, और खोपड़ी नुमा स्थान, മരണം ജയിച്ച സ്ഥലം. मृत्यु जीत गया स्थान. ആ സ്ഥലത്ത് തന്നെ उस स्थान में ही അവർ യേശുവിനെയും കൊണ്ടുവന്നു. वो यीशु को लेकर आए. ഒന്നാം ആദാമിനെ മൂടിയ സ്ഥലത്ത് पहले आदम को जहां दफन किया, ഒടുക്കത്തെ ആദാമായ ക്രിസ്തു अंतिम നിന്നു. आदम मसीह आया. അവർ അവനെ ക്രൂശിച്ചു. उन्होंने उसे क्रूस दिया. ആ തലയോടിന്റെ അകത്തേക്ക് उस खोपड़ी नुमा उस स्थान के अंदर യേശുവിന്റെ ക്രൂശ് തുളച്ചിറങ്ങി. यीशु का क्रूस उतर गया. അവൻ ക്രൂശിൽ
മരിച്ചു. वो क्रूस में मर गया. അവൻ ക്രൂശിൽ മരിച്ചപ്പോൾ वो जैसे ही क्रूस में मरा, വിശുദ്ധന്മാരുടെ കല്ലറകൾ തുറന്നു. पवित्र लोगों की कब्रें खुल गई. യേശു മരിച്ചപ്പോൾ जैसे यीशु मरा, കല്ലറ തുറന്നു. कब्रें खुल गई. നിങ്ങൾക്കിത് ക്രൂശായിരിക്കാം, आपके लिए क्रूस होगा. എനിക്കിത് കീയാണ്. ये मेरे लिए चाबी है. ഇന്ത്യ भारत for you is a cross, आपके लिए क्रॉस होगा. but for me is a key. मेरे लिए चाबी है. ഈ താക്കോൽ മരണത്തിന്റെ ഗോഗോളായി അടിച്ച് और ये मृत्यु को കല്ലറ തുറന്നു. कब्रें खुल गई. Is a key. ये चाबी है. നിന്റെ കഷ്ടത താക്കോലായി മാറാൻ പോകുന്നു. तेरा कष्ट चाबी बनने जा रहा है. എന്റെ അഭിഷേകത്തിന് അവസാനം പറഞ്ഞു നിർത്തിയ സ്ഥലം मेरे अभिषेक ने जो अंतिम बोलकर समाप्त किया, താക്കോലുകൾ കൈമാറുന്നു. चाबियां आ रही है. അവിടെ തന്നെ ഞാനും പറഞ്ഞു നിർത്തുകയാണ്. और उसी को बोलकर मैं भी समाप्त कर रहा हूं. അവസാനിപ്പിച്ചെടുത്ത് और जहां अंत किया, തീർന്നു പോയെടുത്ത് जहां खत्म हो गया, ഇതാ ഒരു താക്കോൽ കയറി വരുന്നു. ये चाबी आ रहा है. वाचिया देखो बाकी तेरे मसाने ये वादे बखोलिया ഇത് യേശു മരിച്ച സ്ഥലമല്ല, ये यीशु का बना हुआ स्थान नहीं है. അവൻ മരണത്തെ ജയിച്ച സ്ഥലമാണ്. वो मृत्यु में से जीवन को स्थान है. ഒന്നാമത്തെ ആദാം पहला आदम തോറ്റെടുത്ത് തോറ്റു. जहां हार गया, ഒടുക്കത്തെ ആദാം अंतिम आदम ജയിച്ചു. वहां जीत गया. യേശു ക്രൂശ് ചുമന്നത് यीशु ने जो क्रूस उठाया, ദൈവമായിട്ടല്ല, परमेश्वर बन के नहीं, മനുഷ്യനായിട്ടാണ്. मनुष्य बन के. യേശു ക്രൂശിൽ മരിച്ചത് यीशु जो क्रूस में मरा, മനുഷ്യപുത്രനായിട്ടാണ്. मनुष्य पुत्र बन के. എങ്കിൽ തോറ്റുപോയ ഗോൽഗോഥായി लेकिन जो हारी हुई गोलगोथा 2024 2024 में ദൈവം തന്റെ പുത്രന്മാരെയും പുത്രിമാരെയും ഒരിക്കൽ കൂടെ കയറ്റിവിടുകയാണ്. परमेश्वर अपने पुत्र और पुत्रियों को एक बार फिर भेज रहा है. ചിലർ പറയുന്നു എനിക്ക് ഒരുപാട് കഷ്ടതകളുണ്ട്, जो कह रहे मेरा बड़ा क्लेश है. ഓരോ ദിവസവും പ്രതികൂലമാ, एक एक दिन विपरीत परिस्थिति है. ഞാൻ അനുഭവിക്കുന്നത് നിങ്ങൾക്കാർക്കും അറിയില്ല. मैं अनुभव करता हूं, तुम नहीं जानते. ഏയ്, നീ അറിയണം, तुझे जानना है. ഇന്നത്തെ ക്രോസുകളെല്ലാം നാളത്തെ കീയാണ്. आजकल के जो क्रूस है वो चाबी है. ഇത് തുറക്കാനുള്ളതാണ്. ये खोलने के लिए. ആദാമിന് आदम को ഗോൽഗോഥ is a closed door. और गोलगोथा जो है बंद दरवाजा है. യേശുവിന് यीशु के लिए ഗോൽഗോഥ is a entry gate. और यीशु के लिए ये गोलगोथा एंट्री का दरवाजा, प्रवेश द्वार है. അടയ്ക്കപ്പെട്ട വാതിലുകളെല്ലാം बंद सारे दरवाजे ഈ തലമുറയ്ക്ക് തുറക്കപ്പെട്ട വാതിലായി इस മാറുന്നു. पीढ़ी के लिए खुले हुए द्वार बन जाएंगे. യേശു ഉയർത്തെഴുന്നേറ്റപ്പോൾ यीशु जब जी उठा, വിശുദ്ധന്മാർ കല്ലറകളെ വിട്ടു. पवित्र लोग कब्रों को छोड़ दिए. അവർ യെരൂശലേമിൽ वो यरूशलेम में പലർക്കും कई लोगों को നിക്സൺ പാസ്റ്ററെ, അതിലൊരാൾ ഞാനാണെങ്കിൽ उसमें से एक व्यक्ति भी मैं हूं. तो ഞാൻ നിങ്ങൾക്ക് പ്രത്യക്ഷമായെന്ന് मैं വിചാരിച്ചു. तुम्हें प्रकट हुआ सोच ഞാൻ എന്തായിരിക്കും പറയുന്നത്? मैं क्या बोलूंगा. ഞാൻ മരിച്ചവനായിരുന്നു, मैं मरा हुआ था. പക്ഷെ അവൻ മരിച്ചപ്പോ जब वो मरा, ഞാൻ ഉയർത്തു. मैं जी उठा. This is a gospel. यही सुसमाचार है. ഞാൻ മരിച്ചവനായിരുന്നു, मैं मरा हुआ था. ഞാൻ മരിച്ചവനായിരുന്നു, പക്ഷെ സുവിശേഷം लेकिन सुसमाचार എന്നെ ഉയർപ്പിച്ചു. मुझे जिंदा किया. Take it out. ഞാൻ മരിച്ചവനായിരുന്നു, जोर से बोले मैं मरा हुआ था. लेकिन मसीह ഗോൽഗോഥകൾ गोलगोथा മരണത്തിന്റെ സ്ഥലമല്ല, मृत्यु का स्थान नहीं, അത് മഹത്വത്തിന്റെ എൻട്രി ഗേറ്റ് ആണ്. वो महिमा का प्रवेश द्वार है. ഇന്ന്
രാത്രി പകർച്ചകളിൽ വിശ്വസിക്കുന്നുണ്ടോ? आज की रात्रि आप भागदान में विश्वास करते हैं? ചിലത് നല്ലോക്കാകാൻ പോവുകയാ. कुछ बातें खुलने जा रही हैं। അഭിഷക്തൻ പറഞ്ഞു തന്നെ ഞാൻ പറയുന്നു. अभिषेक ने जो कहा वही मैं कह रहा हूँ। ചിലരുടെ കയ്യിൽ താക്കോൽ ദൈവം കൊടുത്തു. लोगों के हाथों में परमेश्वर ताले चाबी देगा। കുഴിച്ചു മൂടപ്പെട്ട ഗോൽഗോഥ തുറക്കണം. और जो बंद है गोलगोथा से खोलना है। കുഴിച്ചു മൂടപ്പെട്ട ഗോൽഗോഥ और തുറക്കണം. बंद करके ढांप दिया गया गोलगोथा को खोलना है। എല്ലാവരും മരിക്കാൻ പോകുമ്പോൾ सब जब मरने जा रहे हैं മരണത്തിന്റെ കാര്യം പറയും. मृत्यु की बातें बोलते हैं। ജോസഫ് മരണകാലം അടുത്തപ്പോൾ यूसुफ का जब मरने का समय आया ദൈവത്തിന്റെ സന്ദർശനം പറയുകയാണ്. परमेश्वर की बातें कह रहा है പുറപ്പാട് പറയുകയാണ്. और निर्गमन की बातें कह रहा है। അദ്ദേഹം പറഞ്ഞു, वो कहने लगा നിങ്ങൾ ഇവിടുന്ന് പോകും, तुम यहाँ से जाओगे, എന്റെ അസ്ഥികൾ ഇവിടുന്ന് കൊണ്ടുപോകണം. मेरी हड्डियां यहाँ से लेकर जाना, Because I believe the resurrection. क्योंकि मैं पुनरुत्थान में विश्वास करता हूँ। ഞാൻ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്നു. मैं पुनरुत्थान में विश्वास करता हूँ। ഒരുമിച്ച് പറഞ്ഞേ, एक साथ बोलिए, मैं पुनरुत्थान में विश्वास करता हूँ। मैं पुनरुत्थान में 5 മിനിറ്റ് കൂടെ, 5 मिनट और बोले, मैं पुनरुत्थान में 5 മിനിറ്റ് കൂടെ എനിക്ക് തരണം. 5 मिनट और मुझे दो। ജോസഫിന്റെ അസ്ഥിയെ यूसुफ की हड्डी को പിരമിഡിനകത്ത് അവർ വിട്ടുകൊടുത്തില്ല. उन्होंने नहीं दिया। ലോകത്തിലെ ഏറ്റവും വലിയ അടക്കം കിട്ടുന്നത് ഇന്ത്യയിലല്ല. और सबसे ज्यादा ഫ്യൂണറൽ सबसे ज्यादा फ्यूनरल जो है दफन की क्रिया भारत में नहीं होती, അത് ഈജിപ്തില. वो इजिप्ट में होती है। പ്രത്യേകിച്ച് മന്ത്രി രാജാക്കന്മാരുടെ അടക്കം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ അടക്കമുള്ള സ്ഥലം ഈജിപ്റ്റാണ്. और राजा और मंत्रियों का सबसे जो दफन किया गया है वो जगह इजिप्ट है। അവിടെ ഇന്ന് നമ്മൾ പിരമിഡ് പൊളിച്ചാലും और आज वहाँ कब्र को खोले അന്ന് ജീവിച്ച പലരും ഇന്ന് ചുക്കിച്ചുളിഞ്ഞു കിടപ്പുണ്ട്. तो आज उन दिनों जीवित कई लोग वहाँ सिकुड़ कर पड़े होंगे, അതുപോലെ കിടപ്പുണ്ട്. वैसे पड़े होंगे। നിങ്ങളൊന്ന് ചിന്തിക്കുക. आप जरा सोचिए, കാലം കഴിഞ്ഞാലും समय चाहे हो जाए, ശരീരം ചുക്കിച്ചുളിഞ്ഞ് അങ്ങനെ തന്നെ ദ്രവിക്കപ്പെടാതെ ഇരിക്കുന്ന ഒരു സ്ഥലമുള്ളപ്പോ और जब एक ऐसा स्थान है जहाँ शरीर सिकुड़ कर वैसे के साथ में पड़ा है, ഈ മനുഷ്യൻ പറയുക, ये मनुष्य कह रहा है എന്റെ അസ്ഥി ഇവിടെ ഇട്ടേച്ച് പോകരുത്, मेरी हड्डियों को यहाँ नहीं डालना, നിങ്ങൾ ഇത് എടുത്തുകൊണ്ട് പോകും. तुम इसे लेकर आना। നിന്റെ സ്വപ്നങ്ങൾ അസ്ഥിയായോ? आपके स्वप्न क्या हड्डियां बन गए हैं? നിന്റെ ആഗ്രഹങ്ങൾ അസ്ഥിയായോ? छाया आपकी क्या हड्डियां बन गई है? അപ്പോഴും നീ പറയണം, कभी तू कह दे ഞാനിത് മണ്ണിന് വിട്ടുകൊടുക്കില്ല, मैं इस मिट्टी को नहीं दूंगा, ഞാൻ മണ്ണിന് मैं വിട്ടുകൊടുക്കില്ല, इस मिट्टी को नहीं दूंगा, ഞാൻ അതിനെ വീണ്ടും എടുക്കും. मैं फिर से അഭിഷക്തന്മാരെ വീണ്ടും എടുക്കണമത്. अभिषेक को तुमसे उठाना। ഇസ്രായേൽ ഈജിപ്റ്റ് വിടുമ്പോൾ इजिप्ट छोड़ रहा है, ഇസ്രായേൽ ഈജിപ്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ इसराइल जब इजिप्ट से निकल रहा है, രണ്ട് കാര്യങ്ങൾ दो ശ്രദ്ധേയമാണ്. बातें वहाँ ध्यान देने योग्य है, രണ്ട് കാര്യങ്ങൾ ശ്രദ്ധേയമാണ്. दो बातें ध्यान देने योग्य है। ഒന്ന്, पहली, അവർ മരുഭൂമിയിലൂടെ നടക്കുമ്പോൾ वो मरुस्थल से जब चल रहे हैं, പുരോഹിതന്മാരുടെ തോളിൽ याजकों के कांधे में മഹത്വം വസിക്കുന്ന ദൈവത്തിന്റെ പെട്ടകം. महिमा वास करने वाली परमेश्वर का संदूक। രണ്ടുപേര് വന്ന്, दो लोग आए, രണ്ടുപേര് വന്ന്, कोई दो लोग आ जाए, ആ മൂന്ന് പേര്. दो लोग आ जाए। എന്തിനാ കഷ്ടപ്പെടുന്ന? എന്തിനാണെന്നറിയോ? क्यों इतना कष्ट उठा रहे मानो? എങ്ങനെയെങ്കിലും സ്വതന്ത്രമാകാൻ വേണ്ടി. कैसे भी थोड़ा स्वतंत्र होने के लिए। രണ്ട് ഗ്രൂപ്പ് മരുഭൂമിയിലുണ്ട്. दो समूह मरुस्थल में है, അവര് മരുഭൂമിയിലൂടെ ചലിക്കുകയാണ്. वो मरुस्थल में चल रहे हैं, പുരോഹിതന്മാരുടെ തോളിൽ याजक लोगों के कांधे में നിയമപ്പെട്ടകം, മഹത്വത്തിലിരിക്കുന്ന പെട്ടകം. महिमा से भरा हुआ वाचा का संदूक। അടുത്തൊരു കൂട്ടരുടെ തോളിൽ अगले एक समूह ജോസഫിന്റെ അസ്ഥി സൂക്ഷിച്ചിരിക്കുന്ന यूसुफ की हड्डियों को संभाल कर रखने वाली पे एक संदूक। രണ്ടുപേര് സ്റ്റേജിലോട്ട് വന്നു. दोनों स्टेज में आओ। ഇത് നിങ്ങളുടെ അപ്ഡേഷനാണ്. ये आपका अपडेट है। ഈ പകലത്തെ സെക്ഷനിൽ നിങ്ങളോട് പാസ്റ്റർ പറഞ്ഞു, നിങ്ങളെ അസാധാരണ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം അഭിഷേകം. सुबह के सत्र में परमेश्वर का दास ने आपसे कहा कि असाधारण सेवकाई के लिए परमेश्वर आपका अभिषेक कर रहा है। രാത്രി സെക്ഷനിൽ നിങ്ങൾ അഭിഷേകത്തിന്റെ കൂടെ നിൽക്കുകയാണ്. और रात्रि के सत्र में आप अभिषेक के साथ खड़े हैं। ഒരു തോളിൽ
एक कांधे में മഹത്വത്തിലിരിക്കുന്ന പെട്ടകം, महिमा का वो संदूक, ഒരു തോളിൽ दूसरे कांधे में ജോസഫിന്റെ അസ്ഥി. और एक का वो यूसुफ की हड्डियां. ഒന്നുകൂടെ ഞാൻ ഇറങ്ങി പറയാം. एक बार और मैं कहूंगा, ഇവിടെ यहाँ पर മഹത്വം, महिमा, ഇതിനകത്ത് इसके अंदर മരണമില്ല. मृत्यु नहीं है. ഇതിനകത്ത് മരണം ഇല്ലാത്തത് കൊണ്ടാണ് ഇതിനകത്തിരിക്കുന്ന മന്ന നാറാത്തത്. और इसके अंदर मृत्यु नहीं है, इसलिए इसके अंदर जो मन्ना है वो बदबू नहीं खाता, बदबू नहीं देता. ഇതിനകത്തിരിക്കുന്നതൊന്നും നാറില്ല. इसके अंदर जो पड़ा है वो कुछ भी बास नहीं मारेगा. ഇതിനകത്തിരിക്കുന്നതൊന്നും മരിക്കില്ല. इसमें जो पड़ा हुआ है कुछ भी मरेगा नहीं. അത് നിങ്ങൾക്ക് മനസ്സിലായില്ല. आपको समझ में नहीं आया. കറക്റ്റ് സാധനത്തിൽ വന്നപ്പോ പിടികിട്ടുന്നില്ല. और सही बात में जब आ रहे हैं पकड़ में नहीं आ रहा है. ദൈവത്തിന്റെ പെട്ടകം परमेश्वर का संदूक ദൈവത്തിന്റെ മഹത്വത്തിലിരിക്കുന്നു. परमेश्वर की महिमा में है. ഇസ്രായേലിന്റെ കൂടാരത്തിൽ മഞ്ഞ വീണ इस्राएल के यदि तंबू में वो मन्ना गिरे, പറക്കി എടുത്തോണം. उसे उठा लेना है. അരമണിക്കൂർ കഴിഞ്ഞിട്ടെടുക്കാന്ന് വിചാരിച്ചു. आधे घंटे के बाद यदि उठाने के लिए सोचे നാറും. तो वो सड़ जाएगा. പക്ഷെ പെട്ടകത്തിനകത്തിരിക്കുന്ന മഞ്ഞ लेकिन जो इस संदूक में रखा वो എത്ര मन्ना, വർഷം കഴിഞ്ഞു പോയി നോക്കിയാലും चाहे कितने वर्ष के बाद भी देखे, അത് നാറില്ല. वो बदबू नहीं देगा. कारण അതിനകത്ത് മരണം പ്രവേശിക്കുന്നില്ല. उसमें मृत्यु प्रवेश नहीं कर रहा है. हालेलुया. അതിനകത്ത് എന്തു കൊണ്ടിട്ടാലും ജീവിക്കും. उसमें जो भी डालोगे वो जिएगा. അത് ചുമക്കുന്ന ഇദ്ദേഹത്തിന്റെ ശക്തിയല്ല, वो ढोने वाले इसकी सामर्थ नहीं है, അത് തേജസ്സിന്റെ ശക്തിയാണ്. वो महिमा की सामर्थ है. 20 വർഷം 20 साल അബീനാദാബ് എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിൽ ഈ പെട്ടകം പോയിരുന്നു. अबीनादाब नाम के एक व्यक्ति के घर में संदूक रहा. 20 വർഷം ഇരുന്നപ്പോ 20 साल जब रहा तो എല്ലാരും വിചാരിച്ചു सबने सोचा മഹത്വം പോയി. महिमा चली गई. ആരാണ്ടൊക്കെ പറയുന്നു कोई कह रहा है ഇന്ത്യയിൽ ഉണർവ് പോയി. भारत में बेदारी चली പക്ഷെ गई. ഞങ്ങൾ പറയുന്നു लेकिन हम कह रहे हैं ഗ്ലോറി വരുന്നതേ ഉള്ളൂ. महिमा आ ही रही है. സ്പിരിച്വൽ അപ്ഡേഷൻ നടക്കാൻ പോകുന്നു. आत्मिक अपडेट होने जा रहा है. അഭിഷേകത്തിന്റെ തലത്തിൽ നിന്നും अभिषेक के वातावरण में रहे, മഹത്വത്തിന്റെ തലത്തിലേക്ക് महिमा के उस वातावरण में വിശ്വാസത്താൽ विश्वास से ഇന്ത്യൻ സഭ കയറാൻ പോകുന്നു. भारतीय कलीसिया प्रवेश करने जा रही है. 20 വർഷം 20 साल ഈ പെട്ടകം ये संदूक ഒരത്ഭുതവും ഇല്ല, की आश्चर्य कर्म नहीं, ഒരു ചലനവും ഇല്ല. कोई चलन नहीं, ഒരാളുടെ വീട്ടിൽ कि घर के ഒന്നിനും കൊള്ളാത്തതുപോലെ और कुछ काम का नहीं, ऐसे അങ്ങനെ ഇരുന്നു. वैसे पड़ा हुआ है. ദാവീദ് दाऊद അവിടെ നിന്ന് എടുത്തോണ്ട് വന്നു. वहां से उठा के लाया. അത്ഭുതമില്ല, आश्चर्य कर्म नहीं है, ചലനമില്ല. चलन नहीं है. 20 വർഷമായി, 20 साल हो गए, വർഷം കുറെ ആയല്ലോ. वर्ष बहुत हो गए, അതിന്റെ ശക്തിയൊക്കെ പോയി. उसकी शक्ति चली गई. ഇങ്ങനെ ഇത് കൊണ്ടുവന്ന് ऐसा वो ले आया, കൊണ്ടുവന്ന വാഹനത്തിന്റെ മൃഗം ഒന്ന് വിരണ്ടു. लाया जो वाहन है उसके जानवर थोड़ा हिलने डुलने लगे. അപ്പൊ ഉസ്സ കയറി പിടിച്ചു. तो उषा ने पकड़ लिया. ഉസ്സ കയറി പിടിച്ചപ്പോ उषा जब पकड़ा, ഉസ്സ മരിച്ചു. उषा मर गया. ഉസ്സ മരിച്ചപ്പോ उषा जब मरा, ദാവീദിന് മനസ്സിലായി दाऊद को समझ में आया പെട്ടകം മരിച്ചിട്ടില്ല. ये संदूक मरा नहीं है. ഉസ്സ മരിച്ചു. उषा मर गया. ഉസ്സ മരിച്ചപ്പോ उषा जब मरा तो ദാവീദിന് മനസ്സിലായി दाऊद को समझ आया പെട്ടകം മരിച്ചിട്ടില്ല. संदूक मरा नहीं है. മഹത്വം നിന്റെ മേൽ വന്ന महिमा आपके ऊपर यदि आए പാപം മരിക്കും, तो पाप मर जाएगा, മോഹങ്ങൾ മരിക്കും, मोह मर जाएगा, ജഡം മരിക്കും. शरीर मर जाएगा. മഹത്വം ഒരു ശരീരത്തിൽ വന്ന महिमा यदि एक शरीर में आ जाए മനുഷ്യ മണം മരിക്കും. तो मनुष्य की वो खुशबू मर നിന്നെ जाएगी. നോക്കി ജനം പറയും आपको देखकर लोग कहेंगे യു ആർ എ സൂപ്പർ നാച്ചുറൽ. आप अलौकिक हैं, നീ ഒരു അമാനുഷികമാണ്. आप अलौकिक हैं. എന്റെ അപ്പോസ്തലന്മാരെ നോക്കി ഞാൻ പറയുന്നു, मेरे प्रेतों को देखकर मैं कह रहा हूँ, നിങ്ങളുടെ പട്ടണങ്ങൾ നിങ്ങളെ നോക്കി വിളിക്കും. आपके नगर आपको देखकर कह रहे അയാൾ हैं മനുഷ്യനല്ല, मैं मनुष्य नहीं, അയാൾ मैं അമാനുഷികമാണ്. अलौकिक हूँ. ഈ പെട്ടകം പറയുന്നു ये संदूक कह रहा है ഇത് മഹത്വമാണ്. ये महिमा है. ഈ പെട്ടി പറയുന്നു ये बेटी कह रही ഇത് है മരണത്തിന്റെ അടയാളം. ये मृत्यु का चिन्ह है. ഇത് ഒരുമിച്ച് നടക്കുകയാണ്. ये दोनों एक साथ चल रहे ഇത് हैं, ഒരുമിച്ച് दोनों നടക്കുകയാണ്. एक साथ चल रहे हैं.
അവിടെ നിർത്തിയിട്ട് वहां रोककर നിങ്ങളീ അസ്ഥിയോട് ചോദിക്കണം, आप इस हड्डी से पूछें എന്തിനാ ഇതിന്റെ കൂടെ നടക്കുന്നത്? क्यों इसके साथ चल रहे हो। അസ്ഥിക്ക് പറയാൻ കഴിയുമെങ്കിൽ പറയും, हड्डी यदि बोल सकता है तो बोलेगा, ഞാൻ വിശ്വസിക്കുന്നു मैं विश्वास करता हूँ ഒരു ദിവസം एक दिन മഹത്വം महिमा മരണത്തെ मृत्यु पे जयवंत हो जाएगा। അന്ന് उस दिन ഞാൻ ഉയർക്കും. मैं जी उठूंगा। ഇതായിരുന്നു ജോസഫിന്റെ പ്രത്യാശ. यही यूसुफ की आशा थी। ചരിത്രം ഇങ്ങനെ എഴുതി, इतिहास ऐसा लिखा, അത് ബൈബിളിലില്ല, बाइबल में नहीं है പക്ഷെ ചരിത്രം എഴുതി. लेकिन इतिहास में लिखा। യേശു ഉയർത്തെഴുന്നേറ്റപ്പോൾ यीशु जब जी उठा, വിശുദ്ധന്മാരുടെ കല്ലറ തുറന്നപ്പോൾ पवित्र लोगों की कब्रें जब खुली അതിൽ तो ജോസഫിന്റെ കല്ലറയും തുറന്നു. उसमें यूसुफ की भी कब्र खुली। ഈ രാത്രി आज की रात्रि മരണം നീങ്ങി मृत्यु हट गया, ജയം വരികയാണ്. जय आ रहा है। ഞങ്ങൾ ഒരുമിച്ച് വർഷിപ്പ് ചെയ്യാൻ हम പോകും. एक साथ आराधना करने जा रहे हैं। പൗലോസ് ചോദിച്ചു, पौलुस ने पूछा, ഹേ മരണമേ, हे मृत्यु നിന്റെ ജയം എന്ത്? तेरी जय कहाँ रही है। നിങ്ങൾ ചോദിക്കൂ, आप पूछिए, എവിടെയാണ് നിങ്ങളുടെ ലൈഫ് മരിച്ചത്? कहाँ है आपका जीवन मर गया, നിങ്ങളുടെ ഫാമിലിയാണോ മരിച്ചത്? कहाँ आपका परिवार मर गया। ഭാര്യയും ഭർത്താവും മക്കളും ഉണ്ട്, पति पत्नी और बच्चे हैं, പക്ഷേ അവിടെ സ്നേഹമില്ല. लेकिन वहाँ प्रेम नहीं है। നല്ല വീടുണ്ട്, अच्छा घर है, പക്ഷെ കുടുംബമില്ല. लेकिन परिवार नहीं है। നല്ല ചർച്ചുണ്ട്, अच्छी कलीसिया है, പക്ഷെ പരിശുദ്ധാത്മാവില്ല. लेकिन पवित्र आत्मा नहीं है। നല്ല സാലറി ഉണ്ട്, अच्छी तनख्वाह പക്ഷെ है, പ്രയോജനമില്ല. लेकिन प्रयोजन नहीं है। നല്ല ശരീരമുണ്ട്, अच्छा शरीर പക്ഷെ है, രോഗങ്ങൾ മാത്രമാണ്. लेकिन बीमारी अकेला है। ഇങ്ങനെ നമുക്ക് ജീവിക്കണ്ട, ऐसा हमें जीना नहीं है, ഇങ്ങനെ നമുക്ക് ജീവിക്കണ്ട. ऐसा हमें जीना नहीं है। ഇതിനല്ല ദൈവം നമ്മെ വിളിച്ചത്. इसके लिए परमेश्वर ने हमें नहीं बुलाया है। ഈ ഡെഡ്നെസ് മുഴുവൻ നീങ്ങും. ये सारी मृत्यु हट जाएगी, ക്രിസ്തുവിന്റെ ജീവന്റെ സമൃദ്ധി വെളിപ്പെടും. मसीह के जीवन की समृद्धि प्रकट होगी। ഞങ്ങളുടെ കൂടെ നിന്ന് ആരാധിക്കാം. हमारे साथ मिलकर आराधना करें। ഈ പ്രാർത്ഥനയ്ക്കല്ല വിളിക്കുന്നത്, प्रार्थना के लिए नहीं बुला रहे, എന്റെ കൂടെ ആരാധിക്കാം. और हमारे साथ आराधना करने। അങ്ങനെ ആർക്കെങ്കിലും ആഗ്രഹം, किसी को इच्छा है हमारे साथ आराधना करने की, നിങ്ങൾക്ക് ഇവിടെ വരാം. आप लोग दौड़ कर आ सकते हैं। പ്രാർത്ഥിക്കാൻ വേണ്ടി വരാം. प्रार्थना करने के लिए नहीं। ഇനി വരുന്നവരുടെ പ്രത്യേക ശ്രദ്ധിക്കും. अब जो आ रहे हैं वो बड़ा ध्यान दें। ഇവിടെ വന്ന് മിണ്ടാക്കാനാണെങ്കിൽ വരണ്ട, यहाँ आकर चुपचाप खड़े रहना है तो नहीं आना, അവിടെ നിന്നാവും. वहीं खड़े रहना। ആദ്യം തൊട്ടേ അങ്ങനെ നിൽക്കുകയല്ലേ. शुरू से आप खड़े हैं वैसी, ഇനി വേണമെങ്കിൽ അവിടെ ഇരുന്നു. आप भी वहाँ बैठ जाओ, പക്ഷെ നമുക്കിന്ന് ആരാധിക്കാം, लेकिन हम आराधना करेंगे, നമുക്ക് സെലിബ്രേറ്റ് हम उत्सव मनाएंगे।